2024 ഓഗസ്റ്റ് മാസത്തിൽ മധ്യ ഇന്ത്യയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഓഗസ്റ്റ് 23 വൈകുന്നേരം 7:15 കേരള എക്സ്പ്രസ്സിൽ പാലക്കാട് നിന്ന് ഞങ്ങൾ 5 പേർ, ഞാനും സുനിൽ മാഷും വിനു മാഷും ബാബു മാഷും ഫൈസൽ മാഷും യാത്ര തിരിച്ചു. വിജയവാഡയിലേക്കാണ് ആദ്യ യാത്ര. അതിനുശേഷം പിന്നെ വാറങ്കൽ, സാഞ്ചി, വിദിഷ, ഖജുരാഹോ, ഭോപ്പാൽ എന്നിവയാണ് സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. 24 രാവിലെ 10:55 ഞങ്ങൾ വിജയവാഡയിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് ഹാളിൽ നിന്ന് ഫ്രഷായി അമരാവതിയിലേക്ക് ടാക്സിയിൽ യാത്ര തിരിച്ചു. ഈ ടാക്സി കിട്ടുന്നതിന് ഞങ്ങളെ സഹായിച്ചത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരാണ്. കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കാർ ടാക്സികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രകാശം ബ്രിഡ്ജിന് മുകളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കൃഷ്ണ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ് ഈ പ്രകാശം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ തടയണ 1855 നിർമ്മിച്ച ഒന്നാണ്. എന്നാൽ ഈ പാലം പിന്നീട് 1957 ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ടി പ്രകാശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. അങ്ങനെയാണ് ഈ പാലത്തിന് അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. വിജയവാഡയിലും പരിസര പ്രദേശത്തെയും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ഈ തടയണ. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതി എന്ന പേരിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയവാഡയ്ക്കും അമരാവതി ഗ്രാമത്തിനും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് ഈ തലസ്ഥാനത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. റോഡുകളും മറ്റും നിർമ്മാണത്തിലിരിക്കുന്നു. ആ വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വിജയവാഡയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ഒരു പുരാതന ഗ്രാമമാണ് അമരാവതി. BC 5-ാം നൂറ്റാണ്ട് മുതൽ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് ഇത്. ഗൗതമ ബുദ്ധൻ സന്ദർശിച്ച ഒരു സ്ഥലമെന്ന് വിശ്വസിക്കുന്നു. മൗര്യ സാമ്രാജ്യ വ്യാപനത്തിന് മുമ്പ് തന്നെ ഈ പ്രദേശം ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു. BC 225 മുതൽ AD 229 വരെ ശതവാഹന രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശം. ധരണിക്കോട്ട എന്ന ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം ശതവാഹന കോട്ട നിന്നിരുന്ന സ്ഥലമായിരുന്നു. അവരുടെ കിഴക്കൻ തലസ്ഥാനമായിരുന്നു ഈ അമരാവതി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും കാണാനുള്ളത് തകർക്കപ്പെട്ട ഒരു സ്തൂപവും 125 അടി ഉയരമുള്ള ഒരു ബുദ്ധപ്രതിമയും ഒരു ബുദ്ധിസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയവും അമരലിംഗേശ്വര ക്ഷേത്രവുമാണ്. 1 മണിയോടുകൂടി ഞങ്ങൾ അമരാവതിയിലെത്തി. ആദ്യം ഞങ്ങൾ അമരരാമ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ടാക്സിക്കാരൻ വിചാരിച്ചത് ഇവിടെ പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നാണ്. ഇത് ആന്ധ്രാപ്രദേശിലെ പഞ്ചരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഒരു ശിവക്ഷേത്രമാണ് ഇത്. ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് ഇന്ദ്രദേവനാണെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. 1796 ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പ്രാദേശിക ഭരണാധികാരിയായിരുന്ന വാശിറെഡ്ഡി വെങ്കിട്ടാദ്രി നായിഡുവാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത്. കൃഷ്ണ നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ നദിക്കരയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് എത്തി. ഒരു നാടൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ബുദ്ധ പ്രതിമ കാണുന്നതിന് വേണ്ടി പോയി. 1:40 ഞങ്ങളിവിടെ ഈ ബുദ്ധ പ്രതിമയുടെ മുന്നിലെത്തി. ധ്യാന ബുദ്ധ പ്രതിമ. ഇത് 125 അടി ഉയരമുള്ള ഒരു പ്രതിമയാണ്. 2005 APTDC നിർമ്മിച്ച ഒരു പ്രതിമയാണ് ഇത്. ഇത് അമരാവതി ശില്പകലാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വലുപ്പത്തിലുള്ള ഈ പ്രതിമ കൃഷ്ണ നദീതീരത്ത് തന്നെയാണ് നിൽക്കുന്നത്. ബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പ്രധാന സംഭവങ്ങളും ജാതക കഥകളിലെ ആശയങ്ങളും ഈ പ്രതിമയ്ക്കുള്ളിൽ ഉള്ള ഇടനാഴികളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും നടുവിലായി ഒരു ഗോളം തൂക്കിയിട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അമരാവതി മ്യൂസിയം കാണുന്നതിന് വേണ്ടി നീങ്ങി. 2:10 ഞങ്ങൾ ഈ മ്യൂസിയത്തിലെത്തി. ചെറിയ ഒരു മ്യൂസിയമാണ്. പ്രധാനമായും അമരാവതി സ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത്. ബുദ്ധപ്രതിമകളും അമരാവതി സ്തൂപത്തിൻ്റെ പാനലുകളും റെയിലിങ്ങുകളും മറ്റും അവിടെ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. അമരാവതി സ്തൂപത്തിൻ്റെ ഒരു മാതൃക ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലായി നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ഇവിടെ അമരാവതി സ്തൂപ എത്ര മനോഹരമായ ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുക. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള അമരാവതി സ്തൂപം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ നീങ്ങി. സന്ദർശകരുടെ തിരക്ക് ഒട്ടും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. BC 3-ാം നൂറ്റാണ്ടിനും AD 250 ഇടയിൽ നിർമ്മിച്ച ഒരു സ്തൂപമാണ് ഇത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിരുന്നു ഇത്.
ഇന്ന് സ്തൂപത്തിൻ്റെ ഏറ്റവും അടിയിലെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടുത്തെ ശില്പങ്ങൾ വിദേശത്തും ഇന്ത്യയിലെയും കുറേയധികം മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ മ്യൂസിയത്തിലേത് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അമരാവതി ഇന്ത്യൻ ശില്പകലാ ശൈലിയിലെ ഒരു സുപ്രധാന കേന്ദ്രമായിരുന്നു. ഗാന്ധാര, മധുര ശൈലികളുമായി കിടപിടിക്കുന്ന ഒന്നായിരുന്നു ഇത്. ദക്ഷിണേന്ത്യ, ശ്രീലങ്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നീ പ്രദേശങ്ങളിലൊക്കെ ഈ ശൈലി നമുക്ക് കാണാവുന്നതാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബുദ്ധിസ്റ്റ് മോണ്യുമെൻ്റായി കണക്കാക്കപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് ഇത്. ദി ജ്വൽ ഇൻ ദ ക്രൗൺ ഓഫ് ഏർലി ഇന്ത്യൻ ആർട്ട് എന്ന് അറിയപ്പെടുന്നത് ഈ സ്തൂപമാണ്. ഇഷ്ടിക കൊണ്ടാണ് ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ശില്പങ്ങൾ കൊത്തിയ മാർബിൾ ഫലകങ്ങൾ കൊണ്ട് ഇത് ആവരണം ചെയ്തിരുന്നു. ഈ സ്തൂപത്തിനുള്ളിലെ ബുദ്ധൻ്റെ റിലീക്ക് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആദ്യ പാശ്ചാത്യ ഗവേഷകൻ മേജർ കോളിൻ മെക്കൻസിയാണ്. 1797 അദ്ദേഹം ഇവിടെ എത്തുന്നത്. പിന്നീട് വീണ്ടും ഗവേഷണം നടത്തുന്നതിനായി 1816 അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ ജമീന്ദാറായിരുന്ന വാസിറെഡ്ഡി വെങ്കടാദ്രി നായിഡു ഇത് തകർത്ത് വീട് നിർമ്മാണത്തിനും മറ്റുമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് പല പ്രാവശ്യമായി ഗവേഷണങ്ങൾ നടത്തി ഇന്ന് കാണുന്ന രീതിയിലാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു നിർമ്മിതിയായിരുന്നു ഇത്. 2:15 ഞങ്ങൾ സ്തൂപത്തിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചിറങ്ങി. മ്യൂസിയത്തിന് മുന്നിലാണ് വണ്ടി നിർത്തിയിരുന്നത്. അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് വിജയവാഡയിലേക്ക് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. 3:45 ഞങ്ങൾ വിജയവാഡയ്ക്കടുത്തുള്ള ഉണ്ടവല്ലി കേവ് ടെമ്പിൾ എത്തി. ടിക്കറ്റ് എടുത്ത് ഗുഹകളിലേക്ക് നടന്നു. ഗുപ്ത ശൈലിയിലുള്ള ഒരു റോക്ക് കട്ട് ആർക്കിടെക്ചറാണ് ഇത്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒന്നാണ് ഇത്. ഗുപ്ത നിർമ്മാണ ശൈലിയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. 5-ാം നൂറ്റാണ്ടിലും മറ്റുമായി വിഷ്ണുകുണ്ടിന് രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ കുറേയധികം ശില്പങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തു. ഇത് ഒരു വൈഷ്ണവ ഗുഹാക്ഷേത്രമാണ്. 4 നിലകളിലായി നിർമ്മിച്ച ഇതിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗം പൂർത്തിയാക്കിയിട്ടില്ല. 2-ാം നിലയിലെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ ശില്പങ്ങൾ വലിയൊരു ഹാളിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്നു. 3-ാം നിലയിലെ അനന്തശയന ശില്പം ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 4-ാം നിലയിലേക്ക് നമുക്ക് പ്രവേശനമില്ല. കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ തിരികെ വഴിയരികിലേക്ക് പോന്നു. ഒരു ചായ കുടിച്ച് തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. 4:45 ഞങ്ങൾ തിരിച്ച് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലെത്തി. വെയിറ്റിംഗ് ഹാളിൽ വിശ്രമിച്ച് 6:45 വന്ദേ ഭാരത് ട്രെയിനിൽ വാറങ്കലിലേക്ക് യാത്ര തിരിച്ചു. 9 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വാറങ്കലിലെത്തി. ഭക്ഷണം കഴിച്ച് ബുക്ക് ചെയ്തിരുന്ന ഓയോ ഹോട്ടലിലെത്തിയപ്പോൾ റൂമില്ല. പിന്നെ തിരികെ റെയിൽവേ സ്റ്റേഷനിലെത്തി റൂമെടുത്ത് കിടന്നപ്പോഴേക്കും 11 മണി കഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് 25 ഞങ്ങളുടെ യാത്രയുടെ 2-ാം ദിവസം. ക്ഷീണം കാരണം കുറച്ച് വൈകിയാണ് ഞങ്ങൾ ഉണർന്നത്. താമസിച്ചിരുന്ന ശരണ്യ ഹോട്ടലിൻ്റെ പുറകിലായി കൽക്കൂമ്പാരം പോലുള്ള ഒരു വലിയ മല കാണാമായിരുന്നു. 7:30 ഞങ്ങൾ നടക്കാനായി ഇറങ്ങി. ഒരു ചായ കുടിച്ച് അന്വേഷിച്ചതനുസരിച്ച് അവിടെ നിന്നൊരു ഓട്ടോയിൽ അടുത്തുള്ള ഒരു പുരാതന ക്ഷേത്രം കാണുന്നതിന് വേണ്ടി യാത്ര തിരിച്ചു. തെലങ്കാനയിലെ 2ാമത്തെ വലിയ നഗരമാണ് വാറങ്കൽ. 12 മുതൽ 14 വരെ നൂറ്റാണ്ടിൽ ഒരു വലിയ സാമ്രാജ്യമായിരുന്ന കാക്കാത്തിയ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. 1323 ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ കാലത്ത് ഈ നഗരം ഡൽഹി സുൽത്താൻമാരുടെ കീഴിലായി. പിന്നീട് മുസിരി നായ്ക്കന്മാരും ബാമിനി സുൽത്താൻമാരും ഈ പ്രദേശം ഭരിച്ചു. 1687 ഔറംഗസേബ് ഈ പ്രദേശം പിടിച്ചെടുത്തു. 1724 ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശം മാറി. 7:45 ഞങ്ങൾ 1000 പില്ലർ ടെമ്പിൾ എന്ന ക്ഷേത്രത്തിലെത്തി. 5 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. ഈ 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ആൾക്ക് 30 രൂപ വെച്ച് വാങ്ങി. നഗരത്തിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 30 രൂപയാണ് ഓട്ടോ ചാർജ്. കാകാതിയ രാജാവായിരുന്ന രുദ്രദേവന്റെ കാലത്ത് 1263 നിർമ്മിച്ച ഒരു ത്രികൂട ക്ഷേത്രമാണ് ഈ 1000 പില്ലർ ടെമ്പിൾ എന്ന് പറയുന്നത്. രുദ്രദേവ രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതിനാൽ രുദ്രേശ്വരി സ്വാമി ക്ഷേത്രം എന്നും ഇതിനെ വിളിക്കുന്നു. ഈ ത്രികൂട ക്ഷേത്രത്തിൽ ശിവൻ, വിഷ്ണു, സൂര്യൻ എന്നിവരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിന് ക്ഷേത്രഗോപുരം ഇന്ന് ഇല്ല. പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ ഒരു നന്ദി ശില്പവും അതിനു പിന്നിൽ 1000 കാൽ മണ്ഡപവുമാണ് ഉള്ളത്. ഇവിടെ 1000 തൂണുകളൊന്നുമില്ല. ഏതാണ്ട് 300 തൂണുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ എന്തോ ആഘോഷത്തിൻ്റെ താൽക്കാലിക നിർമ്മാണങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ആദ്യം 1000 പില്ലർ ഹാളിലേക്ക് കയറി.
മനോഹരമായ കൊത്തുപണികളോടുകൂടി നിർമ്മിച്ച ഒന്നാണിത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേടുപാടുകൾ തീർത്ത് നിർത്തിയിരിക്കുന്ന ഒരു മണ്ഡപം. ഇതിൻ്റെ നടുവിൽ ഒരു തളവും 4 സൈഡിലേക്ക് വാതിലുകളുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം പുറത്തേക്കിറങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. ക്ഷേത്രത്തിൻ്റെ തൂണുകൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഹൊയ്സാല ക്ഷേത്രങ്ങളിലേതിനു സമാനമായ നിർമ്മിതികളാണ് ഈ തൂണുകൾ. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിലെ ശില്പങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. 1323 തുഗ്ലക്കിൻ്റെ അക്രമകാലത്ത് തകർക്കപ്പെട്ടവയാണ് ഇതെന്ന് കരുതപ്പെടുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു നിർമ്മിതിയാണ് ഈ മനോഹര ക്ഷേത്രം. ഹൈദരാബാദിലെ 7ാമത്തെ നൈസാമായിരുന്ന മിർ ഒസ്മാൻ അലി ഖാൻ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി 1940കളിൽ 1 ലക്ഷം രൂപ സംഭാവന നൽകിയതായിട്ട് പറയപ്പെടുന്നു. 2004 ഇന്ത്യൻ ഗവൺമെൻറ് പുനഃസ്ഥാപിച്ചതാണ് ഇന്ന് കാണുന്ന ഈ നിർമ്മിതി. കൂടുതൽ റിപ്പയറുകൾ ആർക്കിയോളജിക്കൽ സർവേ നടത്തുന്നുണ്ട്. 8:20 ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും ഒരു ഓട്ടോയിൽ കയറി ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിറങ്ങി. വലിയ ടാക്സികളൊന്നും ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ ഫോണിൽ വിളിച്ചതനുസരിച്ച് ഒരു ടവേര ബുക്ക് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 9:45 ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി ഞങ്ങൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച രാമപ്പ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. വാറങ്കലിൽ നിന്ന് 66 കിലോമീറ്റർ അകലെ പാലംപേട്ട് എന്ന ഗ്രാമത്തിലാണ് ആ മനോഹര ക്ഷേത്രം. തനി നാടൻ ഗ്രാമങ്ങൾ കടന്നാണ് ഈ യാത്ര. മഴക്കാലമായതിനാൽ പച്ച പുതച്ച് നിൽക്കുന്നു. ചുറ്റുമുള്ള പാടങ്ങളിൽ മുഴുവൻ നെൽകൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നു. മനോഹരമായൊരു സമയമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഈ ഗ്രാമങ്ങൾ കടന്ന് 11:10 ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഗേറ്റ് കടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള ഈ വഴി മനോഹരമാണ്. മരങ്ങൾ ഇരുപുറവും നിൽക്കുന്നു. വലിയ പച്ച പുൽത്തകിടിക്ക് നടുവിലൂടെയുള്ള ഒരു നടപ്പാത മുഴുവൻ കല്ല് പാകിയിരിക്കുന്നു. മുന്നിൽ ക്ഷേത്രഗോപുരം മതിലിന് മുകളിലൂടെ നമുക്ക് കാണാമായിരുന്നു. ഗേറ്റ് കടന്ന് ക്ഷേത്ര മതിലിനുള്ളിലെത്തി. അതിമനോഹരമെന്നൊന്നും പറയാനാവാത്ത ഒരു ക്ഷേത്രം. നക്ഷത്രാകൃതിയിലുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്നു. കാകാതിയ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ക്ഷേത്രം. 1213 കാകാതിയ രാജാവായിരുന്ന ഗണപതി ദേവന്റെ ജനറലായിരുന്ന റച്ചൂർല രുദ്രറെഡ്ഡിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. അന്ന് രാജാവ് യാദവ രാജാക്കന്മാരുടെ പിടിയിലായിരുന്നതിനാൽ റച്ചർല രുദ്രറെഡ്ഡിയാണ് റീജന്റായി ഭരണം നടത്തിയിരുന്നത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ ശില്പി രാമപ്പ എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത്, രാമപ്പ ക്ഷേത്രം. ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്ര ചുറ്റുമതിലിനുള്ളിൽ 3 ക്ഷേത്രങ്ങളുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളെല്ലാം ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വളരെ കൃത്യമായി കൊത്തിയെടുത്ത ശില്പങ്ങളാൽ ഈ പുറം ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. ഉള്ളിലേക്ക് കയറിയാൽ സാങ്ക്ടത്തിന് മുന്നിലുള്ള ഹാൾ കൊത്തിയെടുത്ത് മനോഹരമാക്കിയ തൂണുകളോട് കൂടിയതാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുകയായിരുന്നു. അത് കുറച്ച് സമയം നിന്ന് കണ്ടു. തൂണുകളിൽ പ്രധാനപ്പെട്ട 4 തൂണുകൾ കറുത്ത ബസാൾട്ട് കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ബാക്കി ഇവിടുത്തെ തൂണുകളെല്ലാം തന്നെ റെഡ് സാൻഡ്സ്റ്റോണിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. സാങ്ക്ടത്തിൻ്റെ വാതിൽപ്പടികളും മനോഹരമായ ശില്പങ്ങളാൽ നിറച്ചിരിക്കുന്നു. ഇവിടുത്തെ ശില്പങ്ങളെല്ലാം കാകാതിയ ശില്പകലയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. നീളമേറിയ ശരീരവും തലകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. സൂക്ഷ്മമായതും കൃത്യവുമായ ഭാവങ്ങൾ മുഖത്ത് തെളിഞ്ഞിരിക്കുന്ന ശില്പങ്ങളാണ് ഇവ. ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 1914 അവസാനത്തെ നൈസാമായിരുന്ന മിർ ഒസ്മാൻ അലി ഖാന്റെ കാലത്താണ് ആരംഭിക്കുന്നത്. 1931 ഹൈദരാബാദ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ തിരികെ സ്ഥാപിക്കുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടാണ്. ഈ ഇഷ്ടികകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. ഗവേഷണ ഫലങ്ങളനുസരിച്ച് ഇവയ്ക്ക് സാധാരണ ഇഷ്ടികയുടെ 4/1 വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഇത്തരം ഇഷ്ടികകളുടെ ഉപയോഗം അന്ന് ഒട്ടും കോമൺ ആയിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലായി 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നിലെ നന്ദി ശില്പം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. നിരന്തരമായ യുദ്ധങ്ങൾ, കൊള്ളകൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുണ്ടായിട്ടും ക്ഷേത്രം കാര്യമായ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇവിടെയുണ്ടായ വലിയ ഭൂകമ്പത്തിലും ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത് സാൻഡ് ബോക്സ് ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ഇത് പ്രകാരം ഒരു കുഴിയെടുത്ത് അതിൽ മണലും ചുണ്ണാമ്പും മിശ്രിതമായി നിറയ്ക്കും. അതിനു മുകളിൽ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയാണ് അത്.
ഈ മണൽ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിച്ച് ബിൽഡിങ്ങിന് കേടുപാട് കൂടാതെ സംരക്ഷിക്കും. അങ്ങനെ പുരാതന എഞ്ചിനീയറിംഗിന്റെ വിശേഷങ്ങൾ കേട്ട് അത്ഭുതത്തോടെ ക്ഷേത്രം കുറച്ചു സമയം നടന്നു കണ്ട് 12 മണിയോടുകൂടി ഞങ്ങൾ പുറത്തിറങ്ങി. ഒരു നാരങ്ങാവെള്ളം കുടിച്ച് മടക്കി യാത്ര ആരംഭിച്ചു. മടങ്ങും വഴി ഗ്രാമീണ സ്ത്രീയുടെ ഒരു കടയിൽ നിർത്തി പപ്പായയും ചോളവും വാങ്ങി തിന്ന് യാത്ര തുടർന്നു. വാറങ്കൽ നഗരത്തിൽ തിരിച്ചെത്തി ഉച്ചഭക്ഷണം കഴിച്ചു. ഇവിടുത്തെ ഭക്ഷണം പൊതുവെ എരിവും ഉപ്പും കൂടുതലായി ഉപയോഗിക്കുന്നവയായിരുന്നു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ ഭക്ഷണവും ഇതുപോലെ തന്നെയായിരുന്നു. 2:30 വാറങ്കൽ കോട്ടയുടെ മതിലുകൾ കടന്ന് ഞങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. വാറങ്കൽ കോട്ടയുടെ ചുറ്റുമതിലുകൾ വളരെ കുറച്ചു ഭാഗത്തെ അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് ഇവിടെ കാണുന്നതിന് ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ ഭാഗങ്ങളും തകർന്നു കിടക്കുന്ന ഒരു സ്വയംഭൂ ക്ഷേത്രാവശിഷ്ടങ്ങളും കുഷ്മഹൽ എന്ന ഒരു നിർമ്മിതിയുമാണ് ഉള്ളത്. ഞങ്ങൾ ആദ്യം സ്വയംഭൂ ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് പോയത്. കാകാതിയ രാജാവായിരുന്ന ഗണപതി ദേവന്റെ കാലത്ത് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഇത്. 4 മുഖങ്ങളോടുകൂടിയ ഒരു ശിവലിംഗമായിരുന്നു ഇവിടുത്തെ വിഗ്രഹം. അത് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിഖ്യാതമായ കോഹിനൂർ രത്നം ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തിൽ ഉപയോഗിച്ചിരുന്നതാണത്രേ. ക്ഷേത്രം ഇന്ന് കൊത്തുപണികളുടെ ഒരു കൽക്കൂമ്പാരമായി കിടക്കുന്നു. ഈ കോട്ടയും ക്ഷേത്രവും നിർമ്മിക്കാൻ ആരംഭിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. കാകാതിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഇത് 3 വിസ്തൃതമായ ചുറ്റുമതിലുകളോടുകൂടിയ കോട്ടയായിരുന്നു. 3ാമത്തെ കോട്ട വാറങ്കൽ നഗരത്തെ മുഴുവൻ കവർ ചെയ്തിരുന്നു. 1309 പ്രതാപരുദ്ര രണ്ടാമൻ രാജാവിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് കഫൂർ ഈ നഗരം 1,00,000 പടയാളികളോട് വന്ന് ആക്രമിച്ചു. എന്നാൽ 6 മാസം ശ്രമിച്ചിട്ടും ഈ കോട്ട ഭേദിക്കാൻ മാലിക് കഫൂറിന് കഴിഞ്ഞില്ല. അവസാനം ഡൽഹി സുൽത്താന് കപ്പം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ യുദ്ധം അവസാനിപ്പിച്ചു. അന്ന് മാലിക് കഫൂർ ഇവിടെ നിന്ന് കോഹിനൂർ രത്നം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 1318 വീണ്ടും ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് അക്രമമുണ്ടായെങ്കിലും വീണ്ടും കപ്പം തുടർന്ന് നൽകാം എന്ന വ്യവസ്ഥയിൽ യുദ്ധം അവസാനിപ്പിച്ചു. പിന്നീട് 1323 ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ, പിന്നീട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന പേരിൽ ഡൽഹി സുൽത്താനായ ജുനാ ഖാൻ ഈ കോട്ട ആക്രമിച്ചു. എന്നാൽ ഇത്തവണ കീഴടങ്ങാൻ പ്രതാപരുദ്ര രണ്ടാമൻ തയ്യാറായില്ല. കോട്ട തകർക്കാനാവാതെ വന്നതോടെ ജുനാ ഖാന്റെ സൈന്യം കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഭീകര നരവേട്ട 5 മാസത്തോളം നടത്തി. അത് പ്രതാപരുദ്ര രണ്ടാമനെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കി. കോട്ടവാതിലുകൾ തുറന്നതോടെ സുൽത്താന്റെ സൈന്യം കോട്ടയ്ക്കുള്ളിൽ വലിയ കൊള്ള നടത്തി. ഈ ക്ഷേത്രവും കൊട്ടാരവും തകർത്ത് ഇന്ന് കാണുന്ന വിധത്തിലാക്കി. കോട്ട നിശേഷം നശിപ്പിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ കാകാതിയ രാജവംശം അവസാനിച്ചു. പിന്നീട് 1335 പ്രദേശത്തെ 72 നായകർ കൂടി ഈ പ്രദേശം വീണ്ടെടുത്ത് ഭരണം തുടർന്നുവെങ്കിലും കോട്ട പഴയ പ്രതാപത്തിലേക്ക് വളർന്നില്ല. ഈ ക്ഷേത്രത്തിലെ കല്ലുകളിലെ കൊത്തുപണികൾ വളരെ മനോഹരമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് കാകാതിയ കലാതോരണം ആണ്. ഈ ക്ഷേത്രത്തിന്റെ 4 കവാടങ്ങളായിരുന്നു അത്. അതിൽ മതചിഹ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ തകർക്കപ്പെട്ടില്ല. ഇത് 10 മീറ്റർ ഉയരമുള്ള കരിങ്കൽ കാലുകളിൽ ഉറപ്പിച്ച ഒരു കൽ ഭീം ആണ്. വളരെ ഭംഗിയായ കൊത്തുപണികളാൽ ആ കൽ ഭീം നിറച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 4 കമാനങ്ങളും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഇത് തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മുദ്രയായി ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള കുഷ്മഹൽ സന്ദർശിക്കുന്നതിനായി നീങ്ങി. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻമാരുടെ നിയന്ത്രണത്തിൽ നിർമ്മിച്ച ഒന്നാണിത്. ഇതിൻ്റെ ചുവരുകൾ ഉള്ളിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നവയാണ്. ഒരു പബ്ലിക് ഹാളായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇതിനുള്ളിലും ധാരാളം ശില്പങ്ങൾ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് 3:30 തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. വൈകുന്നേരം 5:15 മിലേനിയം എക്സ്പ്രസിൽ ഭോപ്പാലിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഓഗസ്റ്റ് 26 ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസം രാവിലെ ഞങ്ങൾ 7 മണിയോടെ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഫ്രഷായി 7:45 കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇറങ്ങി. ടാക്സി അന്വേഷിച്ച് ഏതാണ്ട് 30 മിനിറ്റോളം സമയം നഷ്ടപ്പെട്ടു. യാത്ര തുടങ്ങി ഉടൻ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പോഹ എന്ന് പറയുന്ന ഒരുതരം അവല് നനച്ചതുപോലുള്ള ഒരു ഭക്ഷണമാണ് കഴിച്ചത്. ഇന്ന് ഞങ്ങൾ സാഞ്ചിയിലേക്കാണ് ആദ്യത്തെ യാത്ര. പോകും വഴി ഞങ്ങൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ രേഖ, അതായത് ഉത്തരായന രേഖ റോഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം കണ്ടതുപോലുള്ള സന്തോഷത്തിൽ ഞങ്ങളുടെ യാത്ര തുടർന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സാത്ധാര സ്തൂപങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് പോയത്.
ആദ്യം കുറേ സമയം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് തീരെ ആളുകളോ വണ്ടികളോ ഇല്ലാത്ത ഒരു പ്രദേശത്തെ കൂടിയായിരുന്നു യാത്ര. പിന്നെ യാത്ര വനത്തിനുള്ളിലൂടെയായി. ആരും സന്ദർശിക്കാറില്ലാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു വഴിയിലെ കാഴ്ചകൾ. 9:15 ഞങ്ങൾ ഗേറ്റിലെത്തി. അവിടെ ആരുമില്ല. ബോർഡുകൾ വായിച്ച് മുന്നോട്ട് നടന്നു. ഒരു ജീവനക്കാരനെ കണ്ടു. അതോടെ സമാധാനമായി. വന്യജീവികളുള്ള ഈ വനത്തിലെ യാത്ര ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. സാഞ്ചിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ ഹലാലി നദിക്കരയിലാണ് ഈ സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് 20ഓളം സ്തൂപങ്ങളാണ് കാണാനുള്ളത്. ഇതിൽ പ്രധാന സ്തൂപമായ ഒന്നാമത്തെ സ്തൂപമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗേറ്റ് കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ ആദ്യം കാണുക 8ാമത്തെ സ്തൂപമാണ്. 8 മുതൽ 2 വരെയുള്ള സ്തൂപങ്ങൾ വളരെ ചെറിയവയാണ്. മൗര്യ സാമ്രാജ്യ കാലഘട്ടം മുതൽ, അതായത് BC 3-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെ, അതായത് നാഗ കുഷാന കാലഘട്ടം വരെ സജീവമായിരുന്ന ബുദ്ധ കേന്ദ്രമായിരുന്നു ഇത്. ഗോപിപുത എന്ന ബുദ്ധ സന്യാസിയുടെ കീഴിൽ ബുദ്ധമതത്തിന്റെ 2ാം പ്രചാരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രദേശമായിരുന്നു ഇത്. എന്നാൽ പിന്നീട് അജ്ഞാതമായ കാരണങ്ങളാൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. വനത്തിനുള്ളിലെ ഇതിന്റെ ലൊക്കേഷൻ ആവാം കാരണമെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ സന്യാസിമാർ പിന്നെ സാഞ്ചിയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടാവാം. ഇത് രാജപാതയിൽ നിന്ന് അകലെയായതിനാൽ ഇതിന്റെ പ്രാധാന്യം കുറയുകയും സാഞ്ചിയുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ഇന്ന് വിസ്മൃതിയിലാണ്ട ഒരു സ്ഥലമാണ് ഇത്. 7 നദികളുള്ള പ്രദേശം എന്ന അർത്ഥത്തിലാണ് സാത്ധാര എന്ന പേര് ഈ പ്രദേശത്തിന് വന്നതെന്ന് കരുതപ്പെടുന്നു. ഞങ്ങൾ നടന്ന് 1ാമത്തെ സ്തൂപത്തിനടുത്തെത്തി. വളരെ വലിയ ഒരു സ്തൂപമാണ്. കല്ലുകൾ അടുക്കി വെച്ച് പുനർനിർമ്മിച്ച ഒന്നാണത്. പച്ച പുല്ല് നിറഞ്ഞ വലിയ മുറ്റത്തിന് നടുവിൽ നിൽക്കുന്ന ഭീമാകാരമായ ഒരു സ്തൂപം. സന്ദർശകരുടെ തിരക്കില്ലാതെ കണ്ട ഏക സ്ഥലമായിരുന്നു ഇത്. ഉള്ളിലേക്ക് കയറുന്നതിനുള്ള ഒരു കവാടം സൈഡിൽ കാണാം. അത് അടച്ചിരിക്കുന്നു. ഞങ്ങൾ സൈഡിലെ സ്റ്റെപ്പിലൂടെ സ്തൂപത്തിന്റെ സൈഡിലേക്ക് കയറി ഒന്ന് നടന്നു കാണാൻ തീരുമാനിച്ചു. ഇതിന്റെ വലിപ്പവും ലൊക്കേഷനും അല്ലാതെ പ്രത്യേകമായി ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു സ്തൂപം. 1854 അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇവിടെ ആദ്യം ഗവേഷണം നടത്തിയത്. അദ്ദേഹത്തിന് പ്രധാന സ്തൂപത്തിനുള്ളിൽ നിന്ന് ബുദ്ധ റിലീക്സ് ഒന്നും തന്നെ കിട്ടിയില്ല. സാഞ്ചിയിലെ മ്യൂസിയത്തിലെ ചിത്രങ്ങളനുസരിച്ച് ഈ 1ാമത്തെ സ്തൂപം ഒരു മൺകൂന മാത്രമായിരുന്നു. 1992 ഭോപ്പാലിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർക്കിള് ജാപ്പനീസ് ഫണ്ട് ഇൻ ട്രാൻസിസ്റ്റിന്റെയും യുനെസ്കോയുടെയും സഹായത്തോടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ഈ സ്തൂപം ആക്കിയെടുത്തത്. മൗര്യ കാലഘട്ടത്തിൽ ആദ്യമുണ്ടായിരുന്ന സ്തൂപത്തിന് മുകളിൽ ഇഷ്ടിക കൊണ്ട് വലിയ ഒരു സ്തൂപം നിർമ്മിച്ചു. സുംഗ കാലഘട്ടത്തിൽ അതിനു മുകളിലായി കല്ലുകൾ കൊണ്ട് അത് കവർ ചെയ്തു ഇന്ന് കാണുന്ന വിധത്തിലേക്ക് എത്തിച്ചു. ചുറ്റും ശില്പങ്ങളും റെയിലിങ്ങുകളും പിടിപ്പിക്കുകയും ചെയ്തു. 92 മീറ്റർ വ്യാസം ഈ സ്തൂപത്തിനുണ്ട്. 9:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും ഈ ഇടവഴികളിലൂടെ സാഞ്ചിയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ 10:15 ഞങ്ങൾ സാഞ്ചിയിലെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സാഞ്ചി സ്തൂപത്തിൻ്റെ ഗേറ്റിലെത്തി. ഉള്ളിലേക്ക് സ്തൂപം കാണുന്നതിനായി നടന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ബുദ്ധമത സ്മാരകമാണ് സാഞ്ചിയിലുള്ളത്. BCE 3-ാം നൂറ്റാണ്ട് മുതൽ CE 12-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഒരു ബുദ്ധമത കേന്ദ്രമാണ് ഇത്. മിക്ക പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളും ഗൗതമ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ്. എന്നാൽ ഇവിടെ ശ്രീബുദ്ധൻ സന്ദർശിച്ചിട്ട് പോലുമില്ല. ബേത്വ നദിക്കരയിലാണ് ഈ മോണുമെൻ്റ് സ്ഥിതി ചെയ്യുന്നത്. 115 അടി വ്യാസവും 50 അടി ഉയരവുമാണ് ഈ സ്തൂപത്തിൻ്റെ വലിപ്പം. മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഗേറ്റ് വേകൾ അല്ലെങ്കിൽ തോരണം ആണ് ഈ സ്മാരകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അത് ഈ മോണുമെൻറ്റിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. മൗര്യ ചക്രവർത്തിയായിരുന്ന അശോകനാണ് ഈ സ്തൂപം BC 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കുന്നത്. അശോക ചക്രവർത്തിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദിഷയിൽ നിന്നുള്ള ഒരു ആളായിരുന്നു. അവരുടെ വിവാഹം നടന്ന സ്ഥലം ഇതായിരുന്നു അത്രേ. ഗൗതമ ബുദ്ധൻ്റെ റിലിക്സിന് മുകളിൽ ലളിതമായി ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച അർദ്ധഗോളാകൃതിയിലുള്ള നിർമ്മിതിയായിരുന്നു ഇത്. മുകളിൽ ഇതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നതിനായി ഒരു ഛത്ര അല്ലെങ്കിൽ കുടയും ഉണ്ടായിരുന്നു.
പതിയെ പ്രദേശത്തെ ബുദ്ധമത കേന്ദ്രങ്ങളുടെയെല്ലാം പ്രധാന ഭാഗമായി ഇത് അറിയപ്പെട്ടു. സാത്ധാര, ഭോജ്പൂർ, ആന്ധർ, സൊനാരി, സുരുമാരു, ബാർഹട്ട് എന്നീ ബുദ്ധമത പ്രദേശങ്ങളുടെ കേന്ദ്രബിന്ദുവായി ഈ സാഞ്ചി മാറി. ധാരാളം സ്തൂപങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും മൊണാസ്ട്രികളും ഈ കോമ്പൗണ്ടിനുള്ളിൽ നിർമ്മിക്കപ്പെട്ടു. ഈ സ്തൂപത്തിന് മുന്നിലുണ്ടായിരുന്ന അശോക പില്ലർ തകർക്കപ്പെട്ട് ഇവിടെ കിടക്കുന്നു. ഇതിനു മുകളിലുണ്ടായിരുന്ന അശോക സ്തംഭം സാഞ്ചി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നീട് BC 2-ാം നൂറ്റാണ്ടിൽ സുംഗ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അഗ്നിമിത്ര രാജാവ് ഇഷ്ടിക കൊണ്ടുള്ള ആദ്യത്തെ സ്തൂപത്തിന്റെ പുറത്തുകൂടി കല്ലുകൊണ്ട് ആവരണം ചെയ്തു. ഇന്ന് കാണുന്ന സ്തൂപം അക്കാലത്തേതാണ്. ആദ്യ സ്തൂപത്തിന്റെ ഇരട്ടി വലിപ്പം അതോടെ സ്തൂപത്തിന് കൈവന്നു. മുകളിലെ പരന്ന ഡോമിൽ ഛത്രയുടെ ചുറ്റും റെയിലിങ്ങുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുവട്ടിൽ നിന്ന് 16 അടി ഉയരത്തിൽ ഒരു നടപ്പാത നിർമ്മിക്കുകയും അതിനു ചുറ്റും കല്ലുകൾ കൊണ്ട് വേലി തീർക്കുകയും ചെയ്തു. മറ്റൊരു നടപ്പാത ചുവട്ടിൽ സ്തൂപത്തിന് ചുറ്റും നിർമ്മിക്കുകയും അതും ഇത്തരത്തിൽ സ്റ്റോൺ റെയിലിങ്ങിന് ഉള്ളിലാക്കുകയും ചെയ്തു. പിന്നീട് ശതവാഹന രാജാക്കന്മാരുടെ കാലത്ത് BC 1-ാം നൂറ്റാണ്ടിനും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ പ്രദേശം സുംഗ രാജാക്കന്മാരുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കുകയും സത്കർണി 2-ാമൻ രാജാവിന്റെ കാലത്ത് ഈ സ്തൂപത്തിന്റെ 4 ഭാഗത്തും മനോഹരമായ കൊത്തുപണികളോട് കൂടിയ കവാടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലെ കൊത്തുപണികൾ ബുദ്ധൻ ചെയ്ത അത്ഭുതങ്ങളും ജാതക കഥകളിലെ ആശയങ്ങളും അശോക ചക്രവർത്തിയുടെ ബുദ്ധമത പ്രചാര പ്രവർത്തനങ്ങളും വിദേശ വിശ്വാസികളുടെ വരവും എന്നിങ്ങനെ വിവിധങ്ങളായ ആശയങ്ങൾ നിറച്ചിരിക്കുന്നു. ഇതിൽ പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റ്വേയും സ്തൂപവുമാണ് പുതിയ 200 രൂപ നോട്ടിന്റെ പിൻഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗേറ്റ്വേകളിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് തെക്ക് ഭാഗത്തെ തോരണമാണ്. വളരെ ഭംഗിയായി തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഈ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ള ബാക്കി നിർമ്മിതികൾ കാണുന്നതിനായി നീങ്ങി. ധാരാളം മൊണാസ്ട്രികളും ക്ഷേത്രങ്ങളും ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ഇതിൽ പലതും അശോക ചക്രവർത്തിക്ക് മുമ്പേ ഉള്ളവയാണ്. ഇവയുടെ കാഴ്ചകൾ കാണുന്നതിന് അധികം സന്ദർശകരൊന്നും ശ്രമിക്കുന്നില്ല. കാരണം ഇവിടുത്തെ പ്രധാന ആകർഷണം 1-ാം നമ്പർ സ്തൂപം ആണ്. എങ്കിലും ഞങ്ങൾ കുറച്ചധികം സമയം ഇവയ്ക്കിടയിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. 12-ാം നൂറ്റാണ്ടിന് ശേഷം ബുദ്ധമതത്തിന്റെ തളർച്ചയെ തുടർന്ന് വിസ്മൃതിയിലാണ്ട സ്തൂപം തകർച്ചകളെ നേരിട്ടു. പിന്നീട് ഈ മഹാസ്തൂപവും അമൂല്യ സ്മാരകങ്ങളും വീണ്ടെടുത്തത് 1818-ൽ ജനറൽ ടൈലർ എന്ന ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റാണ്. പിന്നീട് 1912-നും 1919-നും ഇടയിൽ സർ ജോൺ മാർഷലിന്റെ നേതൃത്വത്തിലാണ് ഈ സ്മാരകത്തിന്റെ പുനരുദ്ധാരണം നടന്നത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വിധത്തിൽ സാഞ്ചിയിലെ സ്തൂപവും മോണുമെന്റ്സും ആയത്. ഇവിടെ ശ്രദ്ധേയമായൊരു മറ്റൊരു നിർമ്മിതി മൊണാസ്ട്രി 45 എന്ന നിർമ്മിതിയും അതിനോടൊപ്പമുള്ള ക്ഷേത്രവുമാണ്. പൂർണ്ണമായും തകർക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത്. ഇതിന്റെ പ്രധാന ഭാഗത്ത് ക്ഷേത്രഗോപുരം ഉയർന്നു നിൽക്കുന്നു. ചുറ്റും ബുദ്ധഭിക്ഷുക്കൾ ജീവിച്ചിരുന്ന മൊണാസ്ട്രികൾ കാണാം. ക്ഷേത്രത്തിന്റെ സൈഡിലായി തകർക്കപ്പെട്ട ഒരു ബുദ്ധരൂപം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പ്രധാന സ്തൂപത്തിന്റെ താഴെയുള്ള മറ്റൊരു മൊണാസ്ട്രിയുടെ അവശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി പോയി. അവിടെയും ഈ പറഞ്ഞതുപോലെ ബുദ്ധഭിക്ഷുക്കൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് 2-ാമത്തെ സ്തൂപം കാണുന്നതിനായി ഞങ്ങൾ പോയില്ല. കാരണം നല്ല വെയിൽ കൊണ്ട് ഞങ്ങൾ തളർന്നിരുന്നു. 2012-ൽ ഇവിടെ വന്നപ്പോൾ ഞാനത് സന്ദർശിച്ചിരുന്നു. സുംഗ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു വലിയ സ്തൂപമാണ് അത്. ഞങ്ങൾ എല്ലാവരും കൂടി പ്രധാന സ്തൂപത്തിന്റെ തെക്കൻ ഗേറ്റിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇപ്പോൾ വലതുഭാഗത്തായി 3-ാമത്തെ സ്തൂപം നമുക്ക് കാണാം. ഇതും സുംഗ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ബുദ്ധശിഷ്യരായിരുന്ന സരിപുത്രന്റെയും മഹാമഗല്ലനയുടെയും അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതാണ് ഈ സ്തൂപം. പതിയെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തുള്ള ഒരു പുതുതായി നിർമ്മിച്ച ബുദ്ധക്ഷേത്രം ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ സാഞ്ചി മ്യൂസിയം കാണുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങി. സാഞ്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ബുദ്ധ സ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത്. ഇവിടുത്തെ പ്രധാന ആകർഷണം സാഞ്ചി സ്തൂപത്തിലെ അശോക പില്ലറിന് മുകളിൽ ഉണ്ടായിരുന്ന അശോക സ്തംഭം തന്നെയാണ്. 4 സിംഹങ്ങളോടുകൂടിയ ഈ സ്തംഭം ദേശീയ ചിഹ്നമായ സാരാനാഥിലെ അശോക സ്തംഭവുമായി സാമ്യമുള്ളതാണ്. സ്തൂപം 3-ന്റെ മുന്നിലെ ശതവാഹന രാജാക്കന്മാർ സ്ഥാപിച്ച മറ്റൊരു സ്തംഭവും നമുക്കിവിടെ കാണാം. കുറച്ചധികം സമയം മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് 12 മണിയോടെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ വിദിഷ നഗരത്തിന് പുറത്തുള്ള ഉദയഗിരി കേവ്സ് കാണുന്നതിന് വേണ്ടി പോയി.
ഉദയഗിരി എന്നത് ഒറീസയിലെ ഒരു ഗുഹാ സമുച്ചയത്തിൻ്റെ പേരുകൂടി ആയതിനാൽ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇവിടെ പാറ തുരന്നുണ്ടാക്കിയ 20 ഗുഹകളുണ്ട്. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വെള്ളം കുടിച്ച് ഗുഹകൾ കാണുന്നതിന് വേണ്ടി കയറി. എല്ലാ ഗുഹകളിലെയും ഉള്ളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. കാരണം ഉള്ളിൽ കാര്യമായി ഒന്നും തന്നെ കാണുവാനില്ല. കാണാനുള്ളവ പുറത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം കണ്ട 19ാം ഗുഹയുടെ പുറത്ത് കാര്യമായി ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് 250 മീറ്റർ അകലെയാണ് ബാക്കി ഗുഹകൾ. ഇവിടെ 19 ഹിന്ദു ഗുഹാക്ഷേത്രങ്ങളും ഒരു ജൈന ഗുഹാക്ഷേത്രവുമാണ് ഉള്ളത്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെയും കുമാരഗുപ്തൻ്റെയും കാലഘട്ടത്തിലെ ഇൻസ്ക്രിപ്ഷനുകൾ ഇവിടെയുണ്ട്. ഗുപ്ത റോക്ക് കട്ട് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളും ശില്പങ്ങളും ഇവിടുത്തേതാണ്. ഗുപ്ത രാജാക്കന്മാരുടെ പേരുകൾ കൃത്യമായി പരാമർശിക്കുന്ന ശിലാലിഖിതങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് ഇത്. ഡൽഹിയിലെ കുത്തബ് മീനാർ കോമ്പൗണ്ടിലെ ഇരുമ്പ് സ്തംഭം ഉദയഗിരിയിലേതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിംഹത്തിൻ്റെ പ്രതിമ കൊത്തിയ തൂണിൻ്റെ അവശിഷ്ടങ്ങൾ ഗ്വാളിയോർ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. മറ്റൊരു 4 സിംഹങ്ങളുടെ പ്രതിമയും ഗ്വാളിയോറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുഹാക്ഷേത്രങ്ങൾ എല്ലോറയിലെയോ എലിഫന്റായിലെയോ പോലെ പൂർണ്ണമായും ഗുഹാക്ഷേത്രങ്ങളായിരുന്നില്ല. ഇവിടെ സാങ്ക്ടം മാത്രമാണ് പാറ തുരന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി ഭാഗം പുറത്ത് തൂണുകളിലാണ് നിർമ്മിച്ചിരുന്നത്. ഇന്ന് കാണുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ഗുഹാക്ഷേത്രങ്ങൾ പോലെ വലിയ ആകർഷണീയമൊന്നുമല്ല ഇത്. ഗുഹ നമ്പർ 5 വരാഹ പാനൽ ആണ് ഈ ഗുഹാക്ഷേത്രങ്ങളുടെ മുഖമുദ്ര. ഭൂമി ദേവിയെ അസുരനായ ഹിരണ്യാക്ഷയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ഭാഗം വളരെ മനോഹരമായി ഈ ശില്പത്തിൽ ആവാഹിച്ചിരിക്കുന്നു. ഇതിൽ ഗുപ്ത രാജാവായ ചന്ദ്രഗുപ്തൻ രണ്ടാമനെയും ഉൾച്ചേർത്തിരിക്കുന്നു എന്നത് കൗതുകരമായ ഒരു കാര്യമാണ്. മറ്റൊരു ശ്രദ്ധേയമായ ശില്പം അനന്തശയന ശില്പമാണ്. 13ാം നമ്പർ ഗുഹയിലാണ് ഇത്. ഇവിടെയും ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ശില്പങ്ങളൊന്നും തന്നെ എടുത്തു പറയത്തക്ക വിധം മനോഹരമൊന്നുമല്ല. എങ്കിലും ചരിത്രപരമായി വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഇവ. കുറച്ച് സമയം നടന്ന് ഈ ഗുഹകൾ കണ്ട് 1 മണിക്ക് തിരികെ പ്രധാന പാതയിലേക്ക് മടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം അതിക്രമിച്ചതിനാൽ ഗൈറാസ്പൂരിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ വിദിഷയിലെ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങി. കാരണം ഞങ്ങളുടെ ട്രെയിൻ 5:15 വിദിഷയിൽ നിന്ന് പുറപ്പെടും. അതിനാൽ ഞങ്ങൾ വിദിഷയിലെ ബീജാമണ്ഡൽ എന്ന പൂർണ്ണമായും തകർക്കപ്പെട്ട ക്ഷേത്രം കാണുന്നതിന് വേണ്ടി പോയി. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായൊരു ക്ഷേത്രമായിരുന്നു ഇത്. ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം 9-10 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു അത്രേ. സോമനാഥിലെ ക്ഷേത്രം കൊള്ളയടിച്ച ശേഷം മഹമ്മൂദ് ഗസ്നി ഈ ക്ഷേത്രം കൊള്ളയടിക്കാനായി പോകുന്നു എന്ന് അൽബറോയിനി എഴുതിയിരിക്കുന്നു. അതിനുശേഷം ചാലൂക്യ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മാണം ആരംഭിക്കുകയും പിന്നീട് പരമാര രാജാവായിരുന്ന നരവർമ്മന്റെ കാലത്ത് നിർമ്മാണം തുടരുകയും ചെയ്ത ഒരു ക്ഷേത്രമാണിത്. എന്നാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതെന്ന് ഇന്നും വ്യക്തമല്ല. ദേവി വിജയറാണിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഈ ക്ഷേത്രം പിന്നീട് വിജയമണ്ഡലം ബീജാമണ്ഡലമായി മാറി. വലിയ തൂണുകളും ഭംഗിയായി കൊത്തിയെടുത്ത ശില്പങ്ങളും കാണുമ്പോൾ ഇതിൻ്റെ മനോഹാരിത ഊഹിക്കാവുന്നതേയുള്ളൂ. 17ാം നൂറ്റാണ്ടിൽ മുഗൾ കാലഘട്ടത്തിൽ ഇതൊരു മോസ്കായി മാറ്റിയെടുത്തു. ക്ഷേത്രത്തിൻ്റെ തൂണുകൾ മോസ്കിൻ്റെ തൂണുകളായി മാറ്റപ്പെട്ടു. ആ തൂണുകൾ പരമാര ശൈലിയിലുള്ള തൂണുകളാണ്. ഇന്നിവിടെ ക്ഷേത്രത്തിൻ്റെ തറയും അതിനു മുകളിൽ ഈ മോസ്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ഈ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് മുന്നിലുള്ള ഒരു സ്റ്റെപ്പ്ഡ് ടാങ്ക് സന്ദർശിച്ച് 2:50 ഞങ്ങൾ തിരിച്ചിറങ്ങി. തുടർന്ന് നഗരത്തിന് വെളിയിലുള്ള ഹീലിയോഡോറസ് പില്ലർ കാണുന്നതിന് വേണ്ടി തിരിച്ചു. ഇവിടെ ഒരു തൂണ് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടിയുള്ളൂ. BC 113 സ്ഥാപിച്ച ഒന്നാണ് ഇത്. തൂണിന് മുകളിൽ ഒരു ഗരുഡ ശില്പം ഉണ്ടായിരുന്നു. തക്ഷശിലയിലെ ഇന്തോ ഗ്രീക്ക് രാജാവായിരുന്ന ആൻഡിയാൻസിഡൻസിന്റെ അംബാസിഡറായിരുന്ന ഹെലിയോഡോറസിന്റെ പേരിലാണ് ഈ സ്തംഭം അറിയപ്പെടുന്നത്. അദ്ദേഹം വൈഷ്ണവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച പില്ലറാണ് ഇത്. മഴ പെയ്യാൻ തുടങ്ങിയതിനാൽ അധിക സമയം ചെലവഴിക്കാതെ ഞങ്ങൾ തിരികെ വിദിഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി. 1.5 മണിക്കൂറോളം കാത്തിരുന്ന് 5:30 ഇൻഡോർ പ്രയാഗ്രാജ് ട്രെയിനിൽ ഖജുരാഹോയിലേക്ക് യാത്ര തിരിച്ചു.
രാത്രി 11:30 ഞങ്ങൾ ഖജുരാഹോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അയച്ച ഓട്ടോയിൽ 8 കിലോമീറ്റർ അകലെയുള്ള ഖജുരാഹോ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. കുഗ്രാമമാണെങ്കിലും ഇവിടുത്തെ പ്രാചീന ക്ഷേത്രങ്ങളുടെ പേരിൽ ഈ ഗ്രാമം ലോക പ്രശസ്തമാണ്. ഈ റെയിൽവേ സ്റ്റേഷനും ഒരു എയർപോർട്ടും ഒക്കെ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്കായി ഈ ഗ്രാമത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. രാത്രി മഴയത്ത് റോഡിൽ കന്നുകാലികൾ ബ്ലോക്ക് സൃഷ്ടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. 12 മണിയോടെ ഖജുരാഹോ വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളുടെ മുന്നിലുള്ള യോഗി ലോഡ്ജിലെത്തി. 2016 ഇവിടെ സന്ദർശിച്ചപ്പോഴും ഈ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഓഗസ്റ്റ് 27 ഞങ്ങളുടെ യാത്രയുടെ 4-ാം ദിവസം രാവിലെ 6:15 ഉണർന്ന് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങി. ഗ്രാമം ഉണർന്നു വരുന്നതേയുള്ളൂ. റോഡുകൾ വൃത്തിയാക്കുന്നവരും മാതങ്കേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി വരുന്നവരും മാത്രമേ റോഡിലുള്ളൂ. പ്രധാന ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടിൽ ആരുമില്ല. തലേ ദിവസത്തെ മഴയുടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. രാവിലെയും ചാറൽ മഴയാണ്. അത് വകവയ്ക്കാതെ പതുക്കെ നടന്നു. ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നടത്തം പതുക്കെ തുടർന്നു. ഖജുരാഹോ ഗ്രാമം ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. നല്ല റോഡാണ് ഇത്. ടൂറിസ്റ്റുകളെ മാത്രം കണക്കാക്കി നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും വഴി 4 വരി പാതയായി മാറി. റോഡിന് ഇരുപുറവും ഹോട്ടലുകളും മറ്റു ഷോപ്പുകളും നിരന്നിരിക്കുന്നു. ഖജുരാഹോയിലെ ഗ്രാമങ്ങൾ അതിദരിദ്രമാണ്. ഈ ഗ്രാമത്തിലൂടെ നടന്ന് ബ്രഹ്മ ക്ഷേത്രത്തിനടുത്തെത്തി. ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. AD 925 നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇത്. ബ്രഹ്മ ടെമ്പിൾ എന്നാണ് പേരെങ്കിലും ഒരു ശിവക്ഷേത്രമാണ് ഇത്. 4 മുഖങ്ങളോടുകൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെ. ഖജുരാഹോ സാഗർ ലേക്കിൻ്റെ സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടി കാണാമായിരുന്നു. അവിടെ നിന്ന് നടന്ന് ചെറുതും എന്നാൽ മനോഹരവുമായ ജാവരി ക്ഷേത്രത്തിലേക്ക് പോയി. അകലെ നിന്ന് ഈ ക്ഷേത്രം കാണുക ഒരു മനോഹരമായ കാഴ്ചയാണ്. 10 അടിയോളം ഉയരമുള്ള ഒരു തറയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ ഇവിടുത്തെ ജീവനക്കാരൻ ക്ഷേത്രം വൃത്തിയാക്കുന്ന തിരക്കിലായതിനാൽ പുറം ചുവരുകളിലെ ശില്പങ്ങൾ കാണുന്നതിനായി നടന്നു. പല ശില്പങ്ങളും ശൃംഗാരകലകൾ അല്ലെങ്കിൽ കാമസൂത്രയിൽ നിന്നുള്ള ശില്പങ്ങളാണ്. മനോഹരമായ ശില്പങ്ങൾ കണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു. തകർക്കപ്പെട്ട ഒരു വിഷ്ണു ശില്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉൾഭാഗത്തും മനോഹരമായ കൊത്തുപണികളാൽ ഭംഗിയാക്കിയിരിക്കുന്നു. ഇതിൻ്റെ റൂഫിൻ്റെ കൊത്തുപണികൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതിൻ്റെ പ്രവേശന കവാടത്തിലെ മകര അല്ലെങ്കിൽ ആർച്ച് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇവിടുത്തെ ജീവനക്കാരനോട് കുശലം പറഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും 7:15 കഴിഞ്ഞിരുന്നു. തിരികെ ഹോട്ടലിലേക്ക് മടങ്ങാൻ ആലോചിച്ചെങ്കിലും തൊട്ടടുത്തുള്ള വാമന ക്ഷേത്രം കൂടി കണ്ട് മടങ്ങാൻ തീരുമാനിച്ചു. വഴിയിൽ നിന്ന് ജാവരി ക്ഷേത്രത്തിൻ്റെ കാഴ്ച മനോഹരമായതിനാൽ വീണ്ടും ഫോട്ടോകൾ എടുത്തു. 2009 2016 ഇവിടെ സന്ദർശിച്ച സമയത്ത് ഇത്രയും മരങ്ങളും ചെടികളും ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ ഭംഗിയായി ജാവരി ക്ഷേത്രം ഈ പാടത്ത് നിന്ന് കാണാമായിരുന്നു. പതിയെ നടന്ന് ഗ്രാമീണ വീടുകൾ കടന്ന് കുറച്ചുകൂടി വലിയ ക്ഷേത്രമായ വാമന ക്ഷേത്രത്തിലെത്തി. 1075 നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമന പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. ജാവരി ക്ഷേത്രം പോലെ ശില്പങ്ങൾ നിറച്ച പുറം ചുവരുകളില്ലെങ്കിലും ധാരാളം ശില്പങ്ങൾ ഇവിടെയും കാണാം. എന്നാൽ സെക്ഷൽ ആർട്ട് ശില്പങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഈ ക്ഷേത്രവും ഉയരമുള്ള ഒരു തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് സമയം നടന്ന് കണ്ട് തിരികെ ഹോട്ടലിലേക്ക് പോന്നു. 8 മണി കഴിഞ്ഞതോടുകൂടി തിരികെ ഹോട്ടലിലെത്തി. കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തലേ ദിവസത്തെ ഓട്ടോറിക്ഷയിൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി തിരിച്ചു. 2016 ഖജുരാഹോ ഗ്രാമം വളർന്നിരിക്കുന്നു. ഒരു ചെറിയ നഗരമാവാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ റോഡുകളായിരിക്കുന്നു. വളരെ വലിയ ഹോട്ടലുകൾ വന്നിരിക്കുന്നു. ധാരാളം ബിൽഡിങ്ങുകൾ പുതുതായി നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നഗരത്തിൻ്റെ വളർച്ചയിലേക്കുള്ള ലക്ഷണങ്ങളെല്ലാം തികഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഖജുരാഹോ എയർപോർട്ടിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ യാത്ര ചെയ്ത് ആദ്യം ചതുർഭുജ ക്ഷേത്രത്തിലെത്തി. ചെറിയൊരു ക്ഷേത്രമാണ്. രാവിലെ കണ്ട ജാവരി ക്ഷേത്രത്തോട് വളരെ സാമ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. സൗത്തേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലെ ഒരു ക്ഷേത്രമാണ് ഇത്.
AD 1110 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ക്ഷേത്രമാണ് ഇത്. ഇതും ഒരു വിഷ്ണു ക്ഷേത്രമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 4 കൈകളുള്ള ഒരു വിഷ്ണു പ്രതിമ പ്രധാന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ശില്പങ്ങളാൽ ഭംഗിയാക്കിയ ഒരു ക്ഷേത്രമാണ് ഇതും. എന്നാൽ ജാവരി ക്ഷേത്രം, വാമന ക്ഷേത്രം എന്നിവ പോലെ ധാരാളം ശില്പങ്ങളൊന്നും ഇവിടെയില്ല. അവിടെ നിന്ന് പൂത്തു നിൽക്കുന്ന എള്ളുപാടത്തിൻ്റെ നടുവിലൂടെ ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് ഞങ്ങൾ ബീജാമണ്ഡൽ ക്ഷേത്രാവശിഷ്ടങ്ങളിലേക്ക് നീങ്ങി. ഒട്ടും യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്ത് ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾക്കടുത്തെത്തി. തറയുടെ വലുപ്പം വെച്ച് നോക്കിയാൽ ഖജുരാഹോയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു ഇത്. നിലവിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമായ കണ്ടേരിയ മഹാദേവ ക്ഷേത്രത്തേക്കാൾ 4.5 മീറ്റർ ലെങ്ത് ഈ ക്ഷേത്രത്തിന് കൂടുതലുണ്ടായിരുന്നു. മൊത്തം 34.5 മീറ്റർ നീളമുണ്ട്. ഇന്ന് ഒരു ശിവലിംഗം മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ട നിലയിലാണ് ഇത് നിൽക്കുന്നത്. വിജയ ടെമ്പിൾ എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. പിന്നീട് പരമാര ഭരണകാലത്ത് നരവർമ്മൻ്റെ കാലത്ത് ഈ ക്ഷേത്രം നവീകരിച്ചു. എന്നാൽ ഈ നിർമ്മാണം പൂർത്തിയാക്കാനായില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് 1682 ഔറംഗസേബിൻ്റെ കാലത്ത് ഈ ക്ഷേത്രം തകർത്ത് ഇതിനു മുകളിൽ ആലംഗീർ മോസ്ക് എന്ന പേരിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിച്ചു. 1991 വരെ ഈ മോസ്ക് ഉപയോഗത്തിലിരുന്നു. എന്നാൽ ശക്തമായ മഴ പെയ്ത ഒരു രാത്രി ഈ മോസ്ക് തകർന്നു വീണു. ധാരാളം ഹിന്ദു വിഗ്രഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഗവേഷണം നടത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോമിനടിയിൽ വടക്കു ഭാഗത്തായി ശില്പങ്ങൾ കുഴിച്ചു മൂടിയ അവസ്ഥയിൽ കണ്ടെത്തി. വർഗീയ കലാപം ഉണ്ടാകും എന്ന ആശങ്കയിൽ ഇവിടുത്തെ പര്യവേഷണങ്ങൾക്ക് കോടതി സ്റ്റേ ഏർപ്പെടുത്തി. ഇന്നും ആ സ്റ്റേ പിൻവലിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ഈ ക്ഷേത്രം ഇന്നും ഇത്തരത്തിൽ തന്നെ തുടരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പ്രധാന റോഡിൽ വന്ന് ഗ്രാമങ്ങൾ കടന്ന് കൃഷിയിടങ്ങൾ കടന്ന് ഖുദാർ നദി കടന്ന് ദുൽഹാദേവ ക്ഷേത്രത്തിനടുത്തെത്തി. പച്ച പുല്ല് വിരിച്ച ഒരു കോമ്പൗണ്ടിന് നടുവിൽ നിൽക്കുന്ന ഒരു മനോഹര ക്ഷേത്രം. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത്. AD 1150 ഇതിൻ നിർമ്മാണം പൂർത്തിയാകുന്നത്. സപ്തരഥ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ മുഴുവൻ ശില്പങ്ങൾ കൊണ്ട് മനോഹരമാക്കി നിറച്ചിരിക്കുന്നു. ഇവിടുത്തെ ശില്പങ്ങളുടെ ഭാവങ്ങൾ വളരെ കൃത്യമായി കൊത്തിയെടുത്തിരിക്കുന്ന ഒന്നാണ്. ഇത്രയും സമയം കണ്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്രവും ഇതുതന്നെയാണ്. ധാരാളം ലൈംഗിക ചുവയുള്ള ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റു ശില്പങ്ങളും അതിമനോഹരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. കുറച്ച് സമയം നടന്ന് കണ്ട് ഞങ്ങൾ മറ്റു ക്ഷേത്രങ്ങൾ കാണുന്നതിനായി അവിടെ നിന്നും നീങ്ങി. അടുത്തത് ജൈന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് എത്തിയെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഈ ജൈന ക്ഷേത്രങ്ങളുടെ ഭാഗത്ത് അന്ന് പ്രശസ്തനായ ഒരു ജൈന സന്യാസി അവിടം സന്ദർശിക്കുന്നു എന്നതിനാൽ ഒരു ആഘോഷ അവസ്ഥയിലായിരുന്നു. തിരക്ക് ആവോളമുണ്ടായിരുന്നു. അതിനാൽ അധിക സമയം കാഴ്ചകൾ കാണുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇവിടെ പ്രധാനമായും 3 ജൈനക്ഷേത്രങ്ങളാണ് ഉള്ളത്. ശാന്തിനാഥ ക്ഷേത്രം പിന്നീട് നവീകരിച്ച ഒരു ക്ഷേത്രമായി മാറ്റിയിരിക്കുന്നു. തിരക്ക് കാരണം അതിനുള്ളിൽ കയറിയില്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം പാർശ്വനാഥ ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ശില്പങ്ങളാൽ നിറച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇതിൻ്റെ പുറം ചുവരുകളിലെ ശില്പങ്ങൾ ഒരു വൈഷ്ണവ മതത്തിൻ്റെ സ്വഭാവ സവിശേഷതകളോടുകൂടിയതാണ്. AD 970 ഈ ക്ഷേത്രം പൂർത്തീകരിക്കപ്പെട്ടത്. ചണ്ഡേല രാജാവായിരുന്ന ധൻഗയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിലെ ശില്പങ്ങളെക്കുറിച്ച് വിവരിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ശിവക്ഷേത്രമായിരുന്ന ഇത് ഒരു ജൈന ക്ഷേത്രമായി കൺവെർട്ട് ചെയ്തതാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. മനോഹരമായ ഈ ക്ഷേത്രം ചുറ്റി നടന്ന് കണ്ടു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ക്ഷേത്രമായ ആദിനാഥ ക്ഷേത്രം വളരെ വിശദമായി നടന്നു കാണുന്നതിന് ശ്രമിച്ചില്ല. 1150 നിർമ്മിച്ച ഈ ക്ഷേത്രത്തിനും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. തിരക്കും വിശപ്പും കാരണം ഞങ്ങൾ തിരികെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഭാഗത്തേക്ക് നടന്നു. പോകുമ്പോഴേ ദിഗംബര സന്യാസിമാർ വരുന്നത് കണ്ടു. ഭക്തർ അനുഗ്രഹത്തിനായി തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങി ക്ഷേത്ര ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഭക്ഷണ സ്റ്റാളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബാക്കി കാഴ്ചകൾക്കായി നീങ്ങി. പിന്നെ ഞങ്ങൾ ബ്രഹ്മ ടെമ്പിളിൻ്റെ മുന്നിലൂടെ ജാവരി ക്ഷേത്രത്തിലെത്തി. രാവിലെ കണ്ട സെക്യൂരിറ്റി പരിചയം കാണിച്ചു. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തന്നു.
1100 AD നിർമ്മിച്ച ഈ മനോഹര ക്ഷേത്രം ചുറ്റി നടന്ന് ഒരിക്കൽ കൂടി കണ്ട് ഫോട്ടോകളെടുത്തു. തുടർന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള വാമന ക്ഷേത്രത്തിലേക്ക് നീങ്ങി. പുറം ചുവരുകളിലെ ശില്പങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഫോട്ടോകളെടുത്ത് വാമന ക്ഷേത്രത്തിൽ നിന്ന് തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി. ഭക്ഷണം കഴിച്ച് 2 മണിയോടെ ഞങ്ങൾ വീണ്ടും ഖജുരാഹോയിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ ഏരിയയായ വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളിലേക്ക് നീങ്ങി. വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലായുള്ള വഴിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രവേശന കവാടം ഇവിടുത്തെ കുളത്തിനപ്പുറത്തേക്ക് നീക്കിയിരിക്കുന്നു. ടിക്കറ്റ് എടുത്ത് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഇതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നീങ്ങി. ഇവിടെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ 10-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു 5 ക്ഷേത്രങ്ങൾ വളരെ വലുതാണ്. ആദ്യം ഞങ്ങൾ ഖജുരാഹോയിലെ ഏറ്റവും പ്രധാന ആകർഷണമായ ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഖണ്ഡേരിയ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടന്നു. നഗര ശൈലിയുടെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം. AD 1029 ചണ്ഡേല രാജാവായിരുന്ന വിദ്യാധര രാജാവിൻ്റെ കാലത്താണ് ഇത് നിർമ്മിക്കുന്നത്. 1019 മഹമ്മൂദ് ഗസ്നി ചണ്ഡേല രാജ്യം ആക്രമിച്ചെങ്കിലും വിജയം വിദ്യാധര രാജാവിനൊപ്പമായിരുന്നു. 1022 വീണ്ടും ഗസ്നി ആക്രമിച്ചെങ്കിലും ഗസ്നിക്ക് വിജയിക്കാനായില്ല. 2 കൂട്ടരും സമ്മാനങ്ങൾ കൈമാറി പിരിയുകയാണ് ചെയ്തത്. ഗസ്നിയുടെ മേലും മറ്റ് രാജാക്കന്മാരുടെ മേലും നേടിയ വിജയം വിദ്യാധര രാജാവ് ആഘോഷിച്ചത് ഈ സുന്ദര ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടാണ്. 13 അടി ഉയരമുള്ള ഒരു തറയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് 102 അടി ഉയരവും 102 അടി നീളവും 66 അടി വീതിയുമുണ്ട്. 5 കൊടിമുടികളുള്ള മഹാമേരുവിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ 5 ഭാഗങ്ങളായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിന് പുറം ചുവരുകളിലെ ശില്പങ്ങൾ കാണുന്നതിന് വേണ്ടി ആദ്യം നടന്നു. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പങ്ങളും വളരെ മനോഹരമാണ്. 3 ലെയറുകളിലായി ശില്പങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദേവത ശില്പങ്ങളും സുരസുന്ദരി ശില്പങ്ങളുമാണ് ഏറിയ പങ്കും. രതിശില്പങ്ങൾ ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലെ ഏറ്റവും പ്രധാന ശില്പങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു. പലതും യോഗിക് പോസുകളാണ്. മറ്റൊരു പ്രധാന ശില്പം മെത്തിക്കൽ ക്രിയേച്ചറായ സർദുല ശില്പങ്ങളാണ്. അക്കാലത്തെ സാമൂഹിക ജീവിതത്തിൽ നിന്നുള്ള ഭാഗങ്ങളും ശില്പങ്ങളായി നിരന്നിരിക്കുന്നു. ഇവിടുത്തെ ശില്പങ്ങളിൽ 10% മാത്രമേ രതിശില്പങ്ങൾ അല്ലെങ്കിൽ കാമസൂത്രയിൽ നിന്നുള്ള ആശയങ്ങളുടെ ശില്പങ്ങളായി നിർമ്മിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ക്ഷേത്രങ്ങൾ ഈ രതിശില്പങ്ങളുടെ പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശിഖരം നിർമ്മിച്ചിരിക്കുന്നത് 84 ചെറിയ ശിഖരങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ്. ആരെയും ആകർഷിക്കുന്ന ഒരു നിർമ്മാണ ശൈലിയാണ് അത്. ഈ ക്ഷേത്രത്തിൻ്റെ തറയുടെ എക്സ്റ്റൻഷനായിട്ട് മറ്റൊരു ക്ഷേത്രവും ഒരു മണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ചണ്ഡേല രാജാക്കന്മാരുടെ കാലത്ത് AD 885 1150 ഇടയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ഇവിടെ 20 സ്ക്വയർ കിലോമീറ്ററിൽ 85 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇപ്പോൾ അതിൽ 6 സ്ക്വയർ കിലോമീറ്ററിൽ ഏതാണ്ട് 25 ക്ഷേത്രങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഖണ്ഡേരിയ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉൾവശവും മനോഹരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. മനോഹരമായ സീലിങ്ങുകളും മനോഹരമായ ശില്പങ്ങളും ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മുൻഭാഗത്തുള്ള ആർച്ച് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒന്നാണ്. തൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ ഒരു സുരസുന്ദരി വ്യാളിയുമായി ഏറ്റുമുട്ടുന്ന ചണ്ഡേല രാജമുദ്ര സ്ഥാപിച്ചിരിക്കുന്നു. അതിന് തൊട്ടടുത്താണ് ദേവി ജഗദംബി ക്ഷേത്രം. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. രതിശില്പങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ദേവി ജഗദംബ ക്ഷേത്രം. 1023 വിദ്യാധര രാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രവും നിർമ്മിക്കുന്നത്. ഈ ദേവീക്ഷേത്രം പല ശില്പങ്ങളും കാലപ്പഴക്കത്തിലും മറ്റും കേടുപാടുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നാൽ ഖണ്ഡേരിയ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ച മികച്ച രീതിയിൽ ലഭ്യമാകും. ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിലെ ശില്പങ്ങൾ കാണാനായി ഞങ്ങൾ നടന്നു. 1838 വരെ വനത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ ക്ഷേത്രങ്ങളുണ്ടായിരുന്നത്. പ്രദേശവാസികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ക്യാപ്റ്റൻ TS ബ്രട്ട് ആണ് ഈ ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ ആദ്യം പുറം ലോകത്തെ അറിയിക്കുന്നത്. പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും 1986 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രങ്ങൾ
ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വനത്തിനുള്ളിലായിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിലെ ശില്പങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാവാതിരുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ കാലത്ത് ആൺകുട്ടികൾ ആശ്രമങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്. പുരുഷനായി തീർന്നു കഴിയുമ്പോൾ ഗൃഹസ്ഥന്റെ ഉത്തരവാദിത്തം പഠിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനുമാണ് ക്ഷേത്ര ചുവരുകളിൽ രതിശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്രേ. ഹിന്ദു വിശ്വാസമനുസരിച്ച് മനുഷ്യ ലക്ഷ്യങ്ങളായ ധർമ്മ, കാമ, അർത്ഥം, മോക്ഷ എന്നിവ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കാമത്തിന് ജീവിതത്തിലെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നു. ജഗദംബി ക്ഷേത്രം നടന്നു കണ്ട് ഞങ്ങൾ തറയിൽ നിന്ന് താഴേക്കിറങ്ങി. ഈ വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളുടെ പ്രദേശം മുഴുവനും പുൽത്തകിട് നിർമ്മിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ക്ഷേത്രങ്ങളുടെ കാഴ്ച മനോഹരമാണ്. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ചിത്രഗുപ്ത ക്ഷേത്രത്തിലേക്ക് നടന്നു. AD 1023 ഈ ക്ഷേത്രവും നിർമ്മിക്കുന്നത്. ജഗദംബി ക്ഷേത്രവുമായി നല്ല സാദൃശ്യമുള്ളതാണ് ഈ സൂര്യക്ഷേത്രം. ജഗദംബി ക്ഷേത്രത്തിലേതുപോലെ രതിശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ പ്രധാന ഭാഗത്തൊന്നും നിർമ്മിച്ചിട്ടില്ല. പുനർനിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ ധാരാളം ശില്പങ്ങളില്ല. ഞങ്ങൾ ഈ ക്ഷേത്രവും ചുറ്റി നടന്നു കണ്ട് പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ മറ്റൊരു വലിയ മനോഹരമായ ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു. അകലെ മറ്റു ക്ഷേത്രങ്ങൾ പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുക എന്നത് മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. ധൻക രാജാവിൻ്റെ കാലത്ത് AD 999 ഈ മനോഹര ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. കാഴ്ചയിൽ ഖണ്ഡേരിയ മഹാദേവ ക്ഷേത്രത്തോട് സാമ്യം തോന്നുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും 4 ചെറിയ ക്ഷേത്രങ്ങളോട് കൂടിയ പഞ്ചായത്താന കോംപ്ലക്സ് ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് 2 ഉപക്ഷേത്രങ്ങൾ മാത്രമേ ഈ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്നുള്ളൂ. പുറം ചുവരുകളിലെ ശില്പങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ അതിമനോഹരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. സുരസുന്ദരിമാർ ദൈനംദിന പ്രവർത്തനങ്ങളായ ഡാൻസ് ചെയ്യുക, കണ്ണെഴുതുക, സിന്ദൂരം തൊടുക പോലുള്ള ശില്പങ്ങൾ ഇതിൻ്റെ ചുറ്റും ധാരാളമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ കാമസൂത്ര ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ശില്പങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ദേവീ ദേവന്മാരുടെ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകൾ മനോഹരമാക്കുന്നു. ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ പ്രധാനമായും യശോദവർമ്മൻ്റെയും ധൻക രാജാവിൻ്റെയും വിദ്യാധര രാജാവിൻ്റെയും കാലത്താണ് നിർമ്മിക്കപ്പെടുന്നത്. ചണ്ഡേല രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന മഹോബയിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ ഈ ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അതിനാൽ അക്രമകാരികളായ രാജാക്കന്മാരുടെ ശ്രദ്ധയിൽ ഈ ക്ഷേത്രങ്ങൾ പെട്ടില്ല. അതിനാൽ ഇവ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. വിശ്വനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്രഗോപുരം വളരെയധികം ചെറിയ ഗോപുരങ്ങളോട് കൂടിയ ഒരു കൂട്ടമാണ്. ഈ ക്ഷേത്രങ്ങളുടെ ബാൽക്കണികൾ അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഓപ്പണിങ്ങൾ വളരെ ശ്രദ്ധേയമായൊരു നിർമ്മിതിയാണ്. വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളിലെ പരിക്രമണ പാസേജിലെ ശില്പങ്ങൾ ഒരുപക്ഷെ ഖജുരാഹോ ക്ഷേത്രങ്ങളിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ത്രീ ശില്പങ്ങളാണ്. വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗമാണ്. ക്ഷേത്രത്തിന് പുറത്ത് ഒരു നന്ദി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി അടുത്ത വലിയ ക്ഷേത്രം ലക്ഷ്മണ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു. മറ്റൊരു ചെറിയ ക്ഷേത്രം പാർവതി ക്ഷേത്രം ഈ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ നിൽക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രതാപേശ്വർ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളുടെ മുന്നിൽ കൂട്ടത്തിൽപ്പെടാത്തൊരു ക്ഷേത്രമായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്ഷേത്രവും കടന്ന് ലക്ഷ്മണ ക്ഷേത്രത്തിനടുത്തെത്തി. AD 939 യശോദവർമ്മൻ രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച വലിയൊരു ക്ഷേത്രമാണ് ഈ ലക്ഷ്മണ ക്ഷേത്രം. ഇത് ഒരു വിഷ്ണു ക്ഷേത്രമാണ്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും 4 ചെറു ക്ഷേത്രങ്ങളോടുകൂടിയ പഞ്ചായത്താന ശൈലിയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തറയുടെ വശങ്ങളിലും ശില്പങ്ങൾ നിറച്ചിരിക്കുന്നു. അതിനാൽ ഈ ക്ഷേത്രം ചുറ്റി നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം തറയുടെ ചുറ്റും നടന്ന് ശില്പങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. വളരെ ഭംഗിയായ ശ്രേണീക്രമത്തിലാണ് ഈ തറയുടെ ചുറ്റും ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയിലും ധാരാളം സെക്സ് പോസ്റ്ററുകളുള്ള ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ 2 ലെയറായിട്ടാണ് ശില്പങ്ങൾ നിറച്ചിരിക്കുന്നത്. മനോഹരമായ ഈ ശില്പങ്ങൾ ദേവീ ദേവന്മാരുടെയും സുരസുന്ദരിമാരുടെയും മിത്തിക്കൽ ക്രീച്ചറുകളുടെയും ഒക്കെ ശില്പങ്ങളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ക്ഷേത്രത്തിൻ്റെ സൈഡിലെ പ്രധാന ശില്പങ്ങൾ മിഥുന ശില്പങ്ങൾ തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെ ഈ ലൈംഗിക ശില്പങ്ങൾ കൗള കാപാലിക വിഭാഗങ്ങളുടെ ആചാരങ്ങളെയാണ് ചിത്രീകരിക്കുന്നതെന്നും
അതല്ല, ക്ഷേത്രത്തിന്റെ ഏറ്റവും ദുർബലമായ ഭാഗത്ത് ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തെ മാന്ത്രികമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും പറയപ്പെടുന്നു. മറ്റൊരു കാഴ്ചപ്പാടനുസരിച്ച് ക്ഷേത്ര ആചാരങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എന്തായാലും വിചിത്രമായ ലൈംഗിക ശില്പങ്ങളാണ് ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളിലും കാണുന്നത്. ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ ഉൾവശവും വളരെ ഭംഗിയായി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. പ്രദക്ഷിണ വഴിയിലെ ശില്പങ്ങൾ വിശ്വനാഥ ക്ഷേത്രത്തിലേതുപോലെ തന്നെ മനോഹരമാണ്. സീലിംഗുകളുടെ ഭംഗിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാന ഭാഗത്ത് വൈകുണ്ഠ വിഷ്ണു ശില്പം സ്ഥാപിച്ചിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കുത്തബ്ദീൻ ഐബക്കിൻ്റെ സൈന്യം ചണ്ഡേല രാജ്യം പിടിച്ചെടുത്തതോടെ ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണം അവസാനിച്ചു. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബൻ ബത്തൂത്തയുടെ വാക്കുകളിൽ വികൃതമാക്കപ്പെട്ട ശില്പങ്ങളോടുകൂടിയ ഈ ക്ഷേത്രങ്ങളുടെ ഇടയിൽ കുറേ സന്യാസിമാർ ജീവിക്കുന്നു എന്നാണ്. 1495-ൽ സിക്കന്ദർ ലോധി നടത്തിയ ക്ഷേത്ര നശീകരണത്തിൽ ഖജുരാഹോയും ഉൾപ്പെട്ടെങ്കിലും ഇവയുടെ ഒറ്റപ്പെട്ട ലൊക്കേഷൻ ഈ ക്ഷേത്രങ്ങളെ കുറേയൊക്കെ സംരക്ഷിച്ചു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ നിർമ്മിതികൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. ഇതിനു മുന്നിലായി 2 മണ്ഡപങ്ങളുണ്ട്. ഒന്ന് ഒരു വരാഹ മണ്ഡപവും മറ്റൊന്ന് ഒരു ലക്ഷ്മി ക്ഷേത്രവുമാണ്. ഇവയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ സമയം 3:10 ആയിരുന്നു. പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന മദ്രാസ് കഫയിൽ നിന്ന് ചായ കുടിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. കുറച്ച് സമയം വിശ്രമിച്ച് 4:30-ക്ക് വീണ്ടും പുറത്തിറങ്ങി. വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളിലെ ലക്ഷ്മണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഇന്നും ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന മാതങ്കേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടന്നു. AD 1000-ൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇത്. കാര്യമായ ശില്പങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രം ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിൽ വളരെ വലിയ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രമുറ്റത്ത് നിന്നാൽ ലക്ഷ്മണ ക്ഷേത്രം ഭംഗിയായി കാണാം. അവിടെ നിന്ന് ഇവിടെയുള്ള മ്യൂസിയത്തിനടുത്തുള്ള മറ്റൊരു ചെറിയ നിർമ്മിതിയുടെ അടുത്ത് പോയി കുറേ സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ നിന്നാൽ ഖജുരാഹോയിലെ വലിയ കുളം കാണാമായിരുന്നു. തിരിച്ചു വന്ന് വെസ്റ്റേൺ ഗ്രൂപ്പ് ക്ഷേത്രങ്ങളുടെ പുറത്തായി റോഡിൽ കാഴ്ചകൾ കണ്ട് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ കുറേ സമയം ഇരുന്നു. അവിടെയുള്ള 100 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു രാജാവിൻ്റെ ശവകുടീരം കയറിക്കണ്ട് വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി ഈ കടകൾക്കിടയിലൂടെ നടന്നു. 7:10 ഞങ്ങൾ ഭക്ഷണത്തിനായി ഇറങ്ങി. ഇരുട്ടിൽ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ കാണുന്നത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഭക്ഷണം കഴിച്ച് 8 മണിയോടുകൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങി. രാത്രി ഈ ഖജുരാഹോയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിലൂടെയുള്ള ഈ ഒരു യാത്ര പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. റോഡിൻ്റെ ഇരുവശവുമായി നിൽക്കുന്ന വലിയ മരങ്ങൾ, അവയ്ക്കിടയിലൂടെ കിടക്കുന്ന ആളൊഴിഞ്ഞ തിരക്കൊഴിഞ്ഞ ഈ റോഡിൻ്റെ പല ഭാഗത്തും കന്നുകാലികൾ കിടന്നുറങ്ങുന്നു. 8:30 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ രാത്രി നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് 9:30 ഇൻഡോർ എക്സ്പ്രസ്സിൽ ഭോപ്പാലിലേക്ക് യാത്ര തിരിച്ചു. ഓഗസ്റ്റ് 28 ഞങ്ങളുടെ യാത്രയുടെ 5-ാം ദിവസം രാവിലെ 4:30 ഭോപ്പാലിലെ ബൈരാഗർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെത്തി. അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ഹോട്ടലിൽ നിന്ന് ഡോർമെട്രി എടുത്ത് കുളിച്ച് ഫ്രഷായി വണ്ടി വരുന്നതിന് വേണ്ടി കാത്തു നിന്നു. 7 മണിയോടുകൂടി ഞങ്ങൾ കാഴ്ചകൾക്കായി ഇറങ്ങി. ഇന്ന് ഞങ്ങൾ ആദ്യം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് കാണുന്നതിനാണ് പോകുന്നത്. ഭോപ്പാലിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് ഈ ഭിംബേട്ക. ഭോപ്പാലിലെ തടാകക്കരയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ആദ്യം ബിർള മന്ദിറിലെത്തി. ഭോപ്പാൽ നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ നിന്നാൽ ഭോപ്പാൽ നഗരത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം. 7:40 ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. പ്രഭാത ഭക്ഷണമായി ഇന്നും പൊഹ തന്നെയാണ് കഴിച്ചത്. നഗരങ്ങൾ പിന്നീട് ഗ്രാമങ്ങളിലൂടെയായി യാത്ര. അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ നിന്ന് ഭീംബേട്കയിലേക്കുള്ള റോഡിന് തിരിഞ്ഞു. റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നതിനാൽ വഴിയിൽ നിന്നെങ്കിലും 9 മണിയോടുകൂടി ഞങ്ങൾ ഭീംബേട്കയിലെത്തി. ഇവിടെ കാണാനുള്ളത് കുറേ ശിലാചിത്രങ്ങളും അതിപുരാതന കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി മനുഷ്യർ വസിച്ചിരുന്ന പാറയിടുക്കുകളുമാണ്. ഭീമന്റെ വിശ്രമ കേന്ദ്രം എന്ന് പുരാണത്തിലെ പരാമർശങ്ങളനുസരിച്ചാണ് ഈ സ്ഥലത്തിന് ഭീംബേട്ക എന്നുള്ള പേര് വന്നത്. ഇവിടുത്തെ ക്വാർട്സൈറ്റ് പാറകൾ വലിയ ടവറുകൾ പോലെയാണ് നിൽക്കുന്നത്.
അത് തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. അങ്ങനെയുള്ള പാറകൾക്കടിയിലാണ് ആദിമ മനുഷ്യർ താമസിച്ചിരുന്നത്. ആദ്യം കാണുന്ന പാറക്കെട്ടിൽ തന്നെ ഒരു ആനയുടെയും ആനപ്പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യൻ്റെയും ചിത്രങ്ങൾ കാണാം. അവിടെ ഒരു റെപ്രസെൻറ്റേഷനായി ഒരു കുടുംബത്തിൻ്റെ ശില്പം പാറയുടെ ചുവട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഓഡിറ്റോറിയം ഗുഹ ഉള്ളത്. നീളം കൂടിയ ഉയരമുള്ള ഒരു ഗുഹയാണ് അത്. ഇവിടെ മനുഷ്യൻ്റെ ഒരു കൈപ്പത്തിയും മറ്റു കുറച്ച് ചിത്രങ്ങളും കാണാം. കണ്ടാൽ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ചുവന്ന വലിയ പാറക്കെട്ടുകൾ. ഇനിയുള്ള ഗുഹകൾ ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ്. ഇന്ത്യൻ മനുഷ്യവാസത്തിൻ്റെ ഏറ്റവും പുരാതന അവശിഷ്ടങ്ങൾ കാണുന്നത് ഇവിടെ ഭീംബേട്കയിലാണ്. ഇവിടെ 10 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ ഏതാണ്ട് 750ഓളം ഗുഹകൾ, ഗുഹ എന്നൊന്നും പറയാൻ പറ്റില്ല, ശിലാഗൃഹങ്ങളുണ്ട്. ഇതിൽ പല ഗൃഹങ്ങളും 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ തന്നെ ഉപയോഗത്തിലിരുന്നതാണ്. 35,000 വർഷങ്ങൾക്ക് മുമ്പ് പരിണാമത്തിലൂടെ ആധുനിക മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മനുഷ്യർ മുതൽ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇവിടുത്തെ ശിലാചിത്രങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവിടുത്തെ ഏറ്റവും പഴയ ശിലാചിത്രങ്ങൾക്ക് 10,000 വർഷം പഴക്കമുണ്ട്. അതായത് മധ്യ ശിലായുഗ കാലഘട്ടത്തിലേതാണ് ആ ചിത്രങ്ങൾ. പിന്നീട് ബ്രോൺസ് ഏജിലെ ശിലാചിത്രങ്ങളും ഇവിടെയുണ്ട്. BC 2-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ആളുകൾ വസിച്ചിരുന്നു അത്രേ. ഇനി നടന്നു ചെല്ലുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ശിലാചിത്രങ്ങളുള്ള സു റോക്ക്. ഇവിടെ ആനകളുടെയും മാനുകളുടെയും കാട്ടുപോത്തുകളുടെയും മറ്റും ചിത്രങ്ങൾ കൂട്ടമായി വരച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് സു റോക്ക് എന്നുള്ള പേര് വന്നത്. ഒപ്പം വേട്ടയാടുന്ന ചിത്രങ്ങളും കാണാം. അമ്പും വില്ലും വാളും പരിചയവുമൊക്കെയായി വേട്ടയാടുന്ന ചിത്രങ്ങളാണ് അവ. മഴ ഒട്ടും കൊള്ളാത്ത ഇടമായതിനാൽ ഇവിടുത്തെ ചിത്രങ്ങൾക്ക് ഒരു കേടുപാടും കൂടാതെ ഇരിക്കുന്നു. സന്ദർശകർ അധികമില്ലാത്തതിനാൽ വളരെ ശാന്തമായി നടന്ന് ഈ കാഴ്ചകൾ കാണാമായിരുന്നു. വിചിത്രമായ ഈ റോക്ക് ഫോർമേഷന്റെ ഇടയിലൂടെ നടന്നു ചെല്ലുന്നപ്പോൾ ചുറ്റും വലിയ പാറക്കെട്ടുകളോട് കൂടിയ ഒരു ഗുഹയുടെ ഭാഗത്തെത്തി. ഒരു വലിയ ഹാൾ പോലെയുള്ള ഗുഹയാണ് ഒന്ന്. ഈ ഗുഹയിൽ കയറി നോക്കി. ഉയരം കുറവായതിനാൽ മുന്നോട്ട് നടക്കുക ശ്രമകരമായിരുന്നു. അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഈ ചുറ്റുമുള്ള പാറക്കെട്ടുകളിലും ധാരാളം ചിത്രങ്ങൾ മാനിൻ്റെയും മറ്റും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. 2003 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഗുഹകൾ ലോകപ്രശസ്തമാണ്. 2013 സെപ്റ്റംബറിൽ ഞാനിവിടെ സന്ദർശിച്ചിരുന്നു. അന്ന് പച്ചപ്പ് ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. ഈ വനത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ വന്യജീവികളെക്കുറിച്ചുള്ള ആശങ്ക നമുക്കുണ്ടാകും. പക്ഷെ വളരെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നടത്തം ഒട്ടും മടുപ്പ് തോന്നിക്കുന്നതായിരുന്നില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ റോക്ക് ഷെൽട്ടർ 15ന്റെ അടുത്തെത്തി. വലിയ കൂണ് പോലെയുള്ള ഒരു പാറക്കെട്ടാണ് ഇത്. ഇതിൻ്റെ സൈഡിൽ വളരെ വലിയൊരു ചിത്രം നമുക്ക് കാണാം. ചുവപ്പ് നിറത്തിൽ ഒരു കാട്ടുപന്നി മനുഷ്യനെ ആക്രമിക്കുന്ന ചിത്രം വരച്ചിരിക്കുന്നു. കാട്ടുപോത്ത്, പശു, കണ്ടാമൃഗം എന്നിവയുടെ ചിത്രവും അവിടെ ഉണ്ടത്രേ. ആ ചെറിയ ചിത്രങ്ങൾ ഞങ്ങൾ കുറേ നോക്കിയെങ്കിലും കണ്ടില്ല. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഞങ്ങൾ നടത്തം തുടർന്നു. മാനുകളുടെയും കുതിരപ്പുറത്ത് ആയുധങ്ങളുമായി ഇരിക്കുന്ന മനുഷ്യൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മറ്റൊരു പാറയിലുണ്ടായിരുന്നു. ഈ ക്വാർട്സൈറ്റ് പാറകൾക്കിടയിലൂടെയുള്ള നടത്തം ശരിക്കും നമ്മെ ഉന്മേഷവാന്മാരാക്കേണ്ട ഒന്നായിരുന്നു. എന്നാൽ ബാബു മാഷനും സുനിൽ മാഷനും പനി പിടിച്ചിരുന്നതിനാൽ കാഴ്ചകൾക്ക് അത്ര തന്നെ മനോഹാരിത കൈവന്നില്ല. വാളും കുന്തങ്ങളുമായി കുതിരപ്പുറത്തിരിക്കുന്നവരുടെ ചിത്രങ്ങൾ മറ്റൊരു ഗുഹയിൽ കാണാമായിരുന്നു. മറ്റൊന്നിൽ ഒരു കൂട്ടം ആളുകൾ ഡാൻസ് ചെയ്യുന്നതായും വാദ്യോപകരണങ്ങൾ കൊട്ടുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ മീസോലിത്തിക് കാലഘട്ടത്തിലേതാണെന്ന് തോന്നും വിധത്തിലുള്ള ഒന്നായിരുന്നു. ചിത്രങ്ങളുള്ള പാറകളുടെ ഭാഗം വെയിൽ കെട്ടി തിരിച്ചിരിക്കുന്നതിനാൽ ചിത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഈ ഭാഗത്തെ പാറക്കെട്ടുകളുടെ ആകൃതി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. 10 മണിയോടുകൂടി കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഈ വഴിയുടെ അറ്റത്തുള്ള ഒരു ക്ഷേത്രം കാണുന്നതിനായി ഞാൻ മുന്നോട്ട് നടന്നു. 300 മീറ്റർ ദൂരം കയറ്റം കയറി ചെന്നപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഉയരമുള്ള പാറകൾ തൂണുകൾ പോലെയോ കൂണുകൾ പോലെയോ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പാറയിടുക്കിലുള്ള ഒന്നാണ്. സമയം അധികമില്ലാത്തതിനാൽ ഉള്ളിൽ കയറി കാണുന്നതിന് നിന്നില്ല. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ പച്ച പുതച്ച ഈ റോഡിലൂടെ തിരിച്ച് നടത്തം ആരംഭിച്ചു.
ബാക്കി 4 പേരും എന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം തിരിച്ചെത്തി. 10:15 തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഇനി ഞങ്ങൾ ഭോജ്പൂരിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനായി പോവുകയാണ്. ഭീംബേട്കയിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ അകലെയാണ് ഭോജ്പൂരിലെ ക്ഷേത്രം. പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ വഴികളിലൂടെയുള്ള യാത്ര ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. അകലെ നിന്ന് തന്നെ ക്ഷേത്രം കാണാമായിരുന്നു. നല്ല വെയിലായിരുന്നു. നടന്ന് ഞങ്ങൾ ഭോജേശ്വര ക്ഷേത്രത്തിനടുത്തെത്തി. 11-ാം നൂറ്റാണ്ടിൽ പരമാര രാജാവായിരുന്ന ഭോജരാജാവിൻ്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. എന്നാൽ ഈ ക്ഷേത്രം ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു മണ്ഡപം ഇല്ല. തന്നെയുമല്ല, ക്ഷേത്രത്തിന് മുകളിൽ ഒരു ശിഖരവുമില്ല. ഒരു ഫ്ലാറ്റ് റൂഫ് മാത്രമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ 3 ഭാഗത്തെ ഭിത്തികളിലും ശില്പങ്ങളൊന്നുമില്ല. പ്രവേശന കവാടത്തിൽ മാത്രമാണ് ചില ശില്പങ്ങളുള്ളത്. ഇത് ഒരു ശിവക്ഷേത്രമാണ്. 7.5 അടി ഉയരമുള്ള ഒരു ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വലിയ 4 തൂണുകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. പറയുന്നതനുസരിച്ച് ഇവിടെ അടുത്തുള്ള കോറിയിൽ അപൂർണമായ ശില്പങ്ങൾ കിടക്കുന്നുണ്ടത്രേ. എന്തു കാരണത്താലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടതെന്ന് ഇന്നും വ്യക്തമല്ല. 2006-07 പുനർനിർമ്മിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അതിനാൽ മേൽക്കൂര നിർമ്മിച്ചതിലെ പാകപ്പിഴ കൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം ഉപേക്ഷിച്ചതെന്ന് അനുമാനിക്കുന്നു. കുറച്ചു സമയം ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുകൂടി നടന്ന് കാഴ്ചകൾ കണ്ടു. ഈ ക്ഷേത്രം ഒരു മലയുടെ മുകളിലായതിനാൽ അവിടെ നിന്നുള്ള കാഴ്ചകളും മികച്ചതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായ കുടിച്ച് തിരിച്ച് ഭോപ്പാലിലേക്ക് മടങ്ങി. ഞങ്ങൾ അടുത്തതായി ഭോപ്പാൽ നഗരത്തിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറി സന്ദർശിക്കുന്നതിനായിട്ടാണ് യാത്ര. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് അത്. ഇന്ന് ഈ ഭാഗം മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. ഈ 110 ഏക്കർ കോമ്പൗണ്ട് ഒന്ന് സന്ദർശിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1984 ഡിസംബർ 2-ാം തീയതി രാത്രിയും 3-ാം തീയതി പുലർച്ചെയുമായിട്ടാണ് ഈ ഫാക്ടറിയിലെ മാരക വിഷമായ മീഥൈൽ ഐസോസൈനേറ്റ് നിറച്ച ടാങ്ക് പൊട്ടിത്തെറിച്ചത്. അന്നു രാത്രി തന്നെ ഏതാണ്ട് 2500 ആളുകൾ കൊല്ലപ്പെട്ടു. ഉള്ളിലേക്ക് പ്രവേശനമില്ലെങ്കിലും സെക്യൂരിറ്റിയോട് സംസാരിച്ചത് പ്രകാരം ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞു. ജീർണിച്ച ബിൽഡിങ്ങുകളും കാട് പിടിച്ച വഴികളും കടന്ന് ഇരുമ്പ് ടാങ്കുകൾ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന കുറച്ച് നിർമ്മാണങ്ങളുടെ അടുത്തെത്തി. സെവിൻ എന്ന കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഇത്തരത്തിലൊരു ടാങ്ക് ചോർന്നതിനെ തുടർന്നാണ് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 3787 ആളുകൾ മരിച്ച ദുരന്തമുണ്ടാവുന്നത്. അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 16,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു അത്രേ. ലോകം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായി ഇത് കണക്കാക്കപ്പെടുന്നു. 1976 മുതൽ 10-ലധികം പ്രാവശ്യം ഇവിടെ ലീക്ക് ഉണ്ടായെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരുന്നില്ല. 1984 ഡിസംബർ 2-ാം തീയതി രാത്രി 11:45 ലീക്ക് ഉണ്ടായതായിട്ട് ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പരിഹരിക്കേണ്ട ജീവനക്കാർ 12:15 ടീ ബ്രേക്കിന് ശേഷം പരിഹരിക്കാനായി കാത്തുനിന്നു. ടീ ബ്രേക്ക് കഴിഞ്ഞ് 12:45 എത്തുമ്പോഴേക്കും ലീക്കായ E610 എന്ന ടാങ്കിലെ മർദ്ദവും ചൂടും കൂടി ടാങ്കിൻ്റെ എമർജൻസി റിലീഫ് വാൽവ് പൊട്ടിത്തെറിച്ചു. തണുപ്പിക്കാനുള്ള 2 പ്ലാന്റുകളിൽ ഒന്ന് 1982 മുതൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ടാങ്കിൻ്റെ മറ്റ് സേഫ്റ്റി വാൽവുകൾ പ്രവർത്തനരഹിതവുമായതോടുകൂടി പ്രഷർ വീണ്ടും കൂടി. മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. അതോടെ ഏതാണ്ട് 40 ടൺ വിഷവാതകം 1 മണിക്കൂറിനുള്ളിൽ പുറത്തു വന്നു. കാറ്റിൽ അത് തെക്ക് കിഴക്കൻ ദിശയിൽ ഭോപ്പാൽ നഗരത്തിന് മുകളിലൂടെ നീങ്ങി. 16,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 5,60,000-ഓളം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഈ ദുരന്തത്തിന് $500 മില്യൺ തുക നഷ്ടപരിഹാരമായി ഇതിൻ്റെ ഉടമസ്ഥരായിരുന്ന അമേരിക്കൻ കമ്പനി നൽകി. പക്ഷെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അതൊരു പരിഹാരമായിരുന്നില്ല. പല വീടുകളിലും നഷ്ടപരിഹാരം വാങ്ങുന്നതിന് തന്നെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഈ കോമ്പൗണ്ടിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഒരു മെമ്മോറിയൽ സ്റ്റാച്യു കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ദുരന്തത്തിൻ്റെ കഥ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നഗരത്തിലൂടെ താജുൾ മസ്ജിദ് കാണുന്നതിന് വേണ്ടി പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദാണിത്.
1887 നിർമ്മാണം ആരംഭിക്കുന്നത്. അന്നത്തെ ഭോപ്പാൽ നവാബ് ആയിരുന്ന ഷാജഹാൻ ബീഗത്തിന്റെ കാലത്താണ് നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് 1901 ഭരണത്തിനെത്തിയ അവരുടെ മകൾ സുൽത്താൻ ജഹാൻ ബീഗവും ഇതിന്റെ മോടി പിടിപ്പിക്കലുകൾ നടത്തി. അവരുടെ മകനും അവസാനത്തെ ഭോപ്പാൽ നവാബുമായിരുന്ന നവാബ് ഹമീദുള്ള ഖാന്റെ കാലത്തും നിർമ്മാണം തുടർന്നു. അങ്ങനെ അവസാനം 1958 ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ മസ്ജിദ് ആയത്. മുഗൾ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഈ മസ്ജിദ് ഭോപ്പാൽ നഗരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ്. ഫൈസൽ സാറ് വിഖ്യാതമായ ഈ മസ്ജിദിൽ പ്രാർത്ഥന നടത്തി. ഇവിടുത്തെ ആർച്ചുകളും തൂണുകളും വളരെ മനോഹരമാണ്. കടുത്ത വെയിലത്തും ഞങ്ങൾ മുന്നിൽ നിന്ന് മസ്ജിദിന്റെ വിശാലമായ കാഴ്ചകൾ കണ്ടു. ഡൽഹിയിലെ ജമാ മസ്ജിദിന്റെയും ലാഹോറിലെ ബാദ്ഷാഹി മോസ്കിന്റെയും ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 9ാമത്തെ മസ്ജിദായിട്ട് കണക്കാക്കപ്പെടുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മോത്തി മസ്ജിദ് കാണുന്നതിന് വേണ്ടി പോയി. 19ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു മനോഹരമായ മസ്ജിദാണ് അത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടക്കുകയായിരുന്നതിനാൽ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കും മടങ്ങി. വരും വഴി ഭോപ്പാലിലെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ബിരിയാണി കഴിച്ചു. ഇവിടുത്തെ ഇത്തരം നോൺ വെജ് ഭക്ഷണങ്ങൾക്കെല്ലാം അസാധ്യ എരിവും ഉപ്പ് കൂടുതലുമാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഫ്രഷായി 6 മണിക്ക് മംഗള എക്സ്പ്രസിൽ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 36 മണിക്കൂർ സ്ലീപ്പർ കോച്ചിലെ ഇരിപ്പ് ശരിക്കും പലയ്ക്കുന്ന ഒന്നായിരുന്നു. കൊങ്കണിലെ പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളുമൊന്നും ക്ഷീണത്തിന് അറുതി തന്നില്ല. ഓഗസ്റ്റ് 30 രാവിലെ 5:45 ഞങ്ങൾ ഷൊർണൂരിലിറങ്ങി. അങ്ങനെ ഒരു മധ്യേന്ത്യൻ പര്യടനം അവസാനിച്ചു.